എന്താ കദീസ, എന്തിനാ ഇപ്പൊ ഈ നേരത്തെ കിണറ്റി ചാടാൻ പോകുന്നത്? എന്താ കാര്യം? അതിന് ഈ ചാവൂലല്ലോ. ഇത് എത്രാമത്തെ പ്രാവശ്യം ഈ ചാകാൻ നോക്കണേ? ആദ്യം തൂങ്ങിച്ചാൻ നോക്കി, കയറും പൊട്ടി, അന്റെ കാലിന്റെ എല്ലും പൊട്ടി. പിന്നെ ഒരു ദിവസം വിഷം കഴിച്ച് 3 ദിവസം ആശുപത്രിയിലും കിടന്നു. അത് എനിക്ക് തന്നെ പിടിക്കുന്നില്ല. പിന്നല്ലേ കദീസാക്ക് ഒന്ന് പോയിടാ അവിടുന്ന്. കുടുംബത്തില് സ്വസ്ഥത ഇല്ലാഞ്ഞിട്ടാ മരിക്കാൻ തുടങ്ങിയത്. അവിടെ സ്വൈര്യം തരൂല. ഇതെന്താപ്പത്? കദീസന്റെ അംഗം തുടങ്ങിയോ? കൂടുതൽ സ്നേഹിച്ചില്ലേ ഫൗസിയാവളെ? എന്നിട്ട് എന്നോട് ഓളിത് ചെയ്തില്ലേ? എന്താ കദീസ ഓള് പറഞ്ഞത്? അതൊന്ന് പറഞ്ഞെന്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ കൂട്ടരെ. ഇനി ഈ ഉള്ള വീട്ടിൽ എനക്കൊരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. വിടണേ, എനിക്ക് മരിക്കണോ? മനുഷ്യൻ ഇടങ്ങാറാക്കാൻ അത് നോക്കി കണ്ടങ്ങോട്ട് പോര്. എന്നാലും എന്റെ മോളെ, ഈ എന്റെ അമ്മായിമ്മേനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് ശരി, അതെങ്ങനെയാന്ന് ഇപ്പൊ എനിക്കറിയോ? അത് ഓള് പറഞ്ഞു തരണ്ടേ? എന്താ ഉമ്മ, എന്താ ഞാൻ എനിക്കറിയില്ല ഈ എന്താ പറഞ്ഞതെന്ന്. സ്വന്തം കെട്ടിയാന്റെ ഉമ്മാനോട് പറയാൻ പറ്റിയതാണോ എന്നോട് പറഞ്ഞേ? എന്തൊക്കെയാ ഉമ്മയും പറയണേ? ഒക്കെ ചലിച്ചിട്ട് നിക്കണുണ്ടല്ലോള്. ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ഉമ്മാനെ രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഈ നേരം കൊണ്ട് ഉമ്മ മയ്യത്തായിരുന്നു. പടച്ചോനെ, വല്ല കൂസലുണ്ടോ നോക്കി ചേക്കടി അടിച്ച് പൊട്ടിക്കാണ്ട്. പല വട്ടം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്റെ നാക്കി വീട്ടിൽ പൊന്തരുത്. എന്റെ വാക്കിന് ഇവിടെ വില ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അമ്മയും പെങ്ങളും കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് വേറെ എന്തോ ഉള്ളൂ. ആ ഇനി മേലിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കണം എന്തേലും ചെയ്താ അന്റെ അവസാനാവും. തക്ക സമയത്തിന്റെ ഈ പെങ്ങളേലും വന്നിട്ടില്ലെങ്കിൽ എന്താകും ഇനി സ്ഥിതി? അനക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കും. കൂടിപ്പോയാ ഈ കുറച്ച് കള്ളക്കണ്ണീർ ഒഴിക്കും. വൃത്തിയോട്ടൊരു അമ്മായിത്തുള്ള മയ്യത്തായല്ലോ എന്നുള്ള സന്തോഷത്തില്. നിങ്ങൾ എന്തൊക്കെയൊക്കെ ഈ പറയണേ? ഇതൊക്കെ ഉമ്മ വെറുതെ പറഞ്ഞുണ്ടാക്കണ. കണ്ടോ, ഇപ്പൊ അങ്ങനെയായി. എനിക്കിത് വരണം. ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. എനിക്ക് മയ്യത്തായ മതിയോ? മീൻകട്ടന്റെ അടിപ്പെട്ട മത്തിന്റെ അവസ്ഥയായി. ഇറങ്ങിക്കോളെ ഇറങ്ങിക്കോളെ. ഓ എന്റെ മോയോ, എലി പാഞ്ഞെടുത്തോളെ. എരിമ പാഞ്ഞ എന്താ സ്ഥിതി? ആയിക്കോട്ടെ ഇറങ്ങടാ. ഓ ചെയ്താനെ. നിങ്ങൾ എന്തിനാ ആദ്യം അതിൽ ചാടിയത്? എത്ര കായ്? ഒരു 30 റുപ്യ. പോരെ ഇങ്ങട്. എന്റെ പെങ്ങൾക്ക് എന്താ വീണ്ടും മരിക്കാൻ ഒരു പൂതി? അതിന് മാത്രം എന്ത് പ്രശ്നമായി പിന്നെയും വീട്ടിലുണ്ടായേ? ഇപ്രാവശ്യത്തെ കാരണക്കാരത്തെയും അന്റെ മരുകൾ തന്നെ ആയിരിക്കും അല്ലേ? ഇത് ഇനി അങ്ങനെ വിട്ടാ പറ്റൂല. എത്ര കാലം എന്ന് കരുതിയാ മനുഷ്യനിങ്ങനെ ഓട്ടോറിക്ഷ കായം കൊടുത്തോണ്ട് വരിക? ഇതിനൊരു അവസാനം വേണ്ടേ? ആഹാ, ഇട്ട് മരിക്കൂല്ല, ഓൾട്ട് പോര് നിർത്തൂല്ല. ആഹാ, ഓള് പുതുക്കായിട്ട് ചിരിക്കുണ്ടാവും. ഒന്നങ്ങോട്ട് ചോദിക്കളിയാ. എനിക്കാണെ ദേഷ്യം വന്നിട്ട് ഒന്നങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല. കേട്ടില്ല ഞങ്ങള്? ദേഷ്യം വന്നിട്ട് മൂപ്പർക്ക് തന്നെ മിണ്ടാൻ പറ്റണില്ല. മനാഫേ, എന്താ പ്രശ്നം? ഇതിലേറെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? അമ്മാതിരി ഒലക്കമ്മല വർത്താനല്ലേ ഓള് മാനോട് പറഞ്ഞത്? എന്താ എന്താ ഓള് പറഞ്ഞെന്നാ ചോദിക്കണേ? പറഞ്ഞു കൊടുക്കുമ്മ. ഇങ്ങക്ക് കേക്കണോ? രാവിലെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിട്ട് വിറകൊക്കെ കീറിയിട്ട് മീനും കൂടി ഒന്ന് നന്നാക്കി വെക്കാന്ന് കരുതി അടുക്കളപ്പുറത്തേക്ക് ഒന്ന് ചെന്ന് മോള് മീൻ നന്നാക്കണ്ടല്ലേ? എന്താ കണ്ടറിഞ്ഞൂടെ? ഞാൻ വെറുതെ ചോദിച്ചാ മോളെ. അരി അടുപ്പത്തിട്ടണോ? എന്താ നിങ്ങളെ മൊത്തം കണ്ണില്ലേ ചെന്നൊന്ന് നോക്കാൻ? ഇനി അഥവാ ഇട്ടിട്ടില്ലേ നിങ്ങളെ കൈക്ക് എല്ലില്ലേ? അതൊന്ന് കഴുകിടാൻ. ഉമ്മാരോടും ബാപ്പാരോടും ഇങ്ങനെയൊക്കെയാണോ മോളെ പറയേണ്ടത്? ഇതൊക്കെയാണോ മോളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചെന്ന്? തള്ളേ, എന്റെ വീട്ടുകാര് പറയണ നിങ്ങളെ ഉമ്മയും ബാപ്പി നന്നായി ഓതി തന്നോണ്ടായിരിക്കും നിങ്ങൾ ഇത്ര നന്നായത്. ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ നിങ്ങളെ ബാപ്പാക്ക് വിളിച്ച നിങ്ങൾക്ക് പൊള്ളും. എന്താ എനിക്ക് ആ പൊള്ളയില്ലേ? നേരത്തെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. പോയി വല്ല പണി നോക്ക് തള്ളേ. ഇതൊക്കെ ഒന്ന് തീർന്ന് കിട്ടിയാ മതിയായിരുന്നു.
എന്നാലും ഓളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? എവിടെ അനക്ക് വല്ല കാറ്റുണ്ടോ? ഇതൊക്കെ നമ്മളെ പെങ്ങളെ ഒരു നമ്പറല്ലേ, നമ്മൾ ഇതിലേക്കാണ് കൂടിക്കൊടുക്കുക. അതാ നമ്മളെ നിലപ്പിനല്ല. എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം. കരീഷ, ഓൾ അങ്ങനെ പറഞ്ഞു? എന്താ എനിക്കൊരു സംശയം? ഓൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാ. ബാപ്പാക്ക് വിളിക്കാന്ന് അതിന്റെ വിഷമത്തിലല്ലേ ഉമ്മ കിണറ്റി ചാടാൻ പോയത്? ഓല പോര് സഹിക്കണേക്കാളും കിണറ്റി ചാടി മരിക്കാന്നല്ലേ നാ മൂപ്പര് പറയണത്. എടാ, കെട്ടിയോനാന്ന് പറഞ്ഞിങ്ങനെ ഞെളിഞ്ഞ് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഉസിര് വേണം, ഉസിര്. കെട്ടിയ പെണ്ണിനെ അടക്കി നിർത്താനുള്ള ഉസിര്. അനക്കതില്ലാത്തതുകൊണ്ടാണ് ഒക്കെ ഇവിടം വരെ എത്തിയത്. എൻ്റെ പെങ്ങളായ എൻ്റെ ഉമ്മാക്കും സ്വന്തം മരുകളെ മൂക്കായിട്ട് പിടിക്കാനുള്ള കെൽപ്പില്ല. അനങ്ങിയ ആത്മഹത്യാ ശ്രമ. പിന്നെ കൂട്ടാങ്കലത്തിൽ കയ്യിലിട്ട് ഇളക്കിയിട്ട് കളകളാന്ന് തൊള്ളയിടാൻ പറ്റും. ഞാൻ എന്നെ കുറ്റം പറഞ്ഞ അല്ല കദീസ, കുറച്ചൊക്കെ തണ്ടും പോരും അനക്കും വേണം. അല്ലാണ്ട് ഇത്ര ദുർബല ഹൃദയത്തെ ആവരുത്. എപ്പോഴാ തലമുണ്ടയ്ക്ക് ചവിട്ടി കിട്ടുക എന്ന് പറയാൻ പറ്റൂല. ഞാൻ എന്നോട് കൂടിയാ പറഞ്ഞത്. ഞാൻ എന്തൊക്കെ കാട്ടുക? തല്ലി കൊല്ലാൻ പറ്റുമോ? കെട്ടിയോളായി പോയില്ലേ? കെട്ടിയോള് കുട്ടികളെ പറയാൻ പറ്റാത്ത കെട്ടിയോളെ ഇഞ്ഞും ഈ ഒക്കെ തെച്ച് നടന്നോ? ഓൾ എന്റെ കെട്ടിയോളാക്കാൻ വേണ്ടി ഞമ്മളന്ന് കുറച്ച് മാമൂലുകളൊക്കെ പറഞ്ഞുറപ്പിച്ചിരുന്നു. അത് ഇതുവരെ തീർത്ത് തന്നോ എന്റെ കെട്ടിയോളെ കുടിക്കാര്? ഇല്ലല്ലോ. അപ്പൊ ഇനി അധികം തലേ കയറ്റി ഇരുത്തണ്ട. പോണ വൈക്ക് പോട്ടെ. 1 2 അല്ല 4 എണ്ണം കെട്ടാൻ ഞമ്മളിൽ ആണുങ്ങൾക്ക് പടച്ചോൻ അധികാരം തന്നിക്കണ്. അതുകൊണ്ട് അധികം നെകളിപ്പൊന്ന് ആ തോളിച്ചിരിക്കണവർക്ക് വേണ്ട. ഇറങ്ങിക്കോ. എത്രയായത്? 20 രൂപ. വെറുതെ കളിയാതൊക്കെ. നാ ഇവിടല്ലേ? എവിടെ എവിടെ കടത്തിക്കണത്? എന്ത്? ഉമ്മാനെ എന്തിനെ? നിങ്ങളെന്താ സിനിമ കാണാൻ വന്നിക്ക? ഉമ്മ മയ്യത്തായി കിടക്കുമ്പോ ഇമാതിരി കണ്ണി ചോരല്ലാത്ത വർത്താനം പറയരുത്. ഓളത ചങ്ങയ്യെ അപ്പുറത്ത് കൂടെ നെടുങ്ങനെ നടക്കണേ. ഓ, ഈ സമയോൽപിതമായ അവസ്ഥയില് മൂക്കിൽ പഞ്ഞും വെച്ച് എവിടെങ്കിലും അടങ്ങി കിടക്കേണ്ട സമയത്ത് ഈ ഉമ്മ പുറത്തിറങ്ങി നടക്കുക? ഇതെന്താ ഇടപാടാ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെന്ന്? അല്ല, സത്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടായതാണോ? പുറത്തൊന്നും കാണാനില്ല. ഓ, നിങ്ങളും വന്നോ? അത് ശരി. അപ്പൊ ബാക്കിയുണ്ടല്ലേ? വിഷമിക്കണ്ട. വിഷമുണ്ട് ബാക്കി ആയേല്. പറയണതുകൊണ്ടൊന്നും തോന്നരുത്. ഇക്കാര്യത്തിന് വന്നാല് 2-3 ദിവസത്തെ മനക്കടാ. അങ്ങനെ എത്ര വരവായി. ഇറ്റ് ഈസ് വെരി ജീനിയസ്. വളരെ മോശം. നിങ്ങൾ മയ്യത്തായിരുന്നെങ്കിലേ ഒരൊറ്റ ദിവസത്തെ മനക്കട് മതിയായിരുന്നു. പിന്നൊരു കാര്യം, അറിയാത്ത പണിക്ക് നടക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ നിർവാങ്കിതയാവരുത്. മരിക്കാൻ അറിയില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാരും കൂടി തടഞ്ഞു വെച്ചത് കൊണ്ടാണല്ലോ ഇന്നത്തെ കിണറ്റിൽ ചാടൽ പരിപാടി മുടങ്ങിയത്. അടുത്ത പ്രാവശ്യം അതുണ്ടായത്. ഒരൊറ്റ കുടച്ചിലും ഒരൊറ്റ ചാട്ടവും. പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ തൂങ്ങിച്ചാവാനാണെങ്കിൽ പണി തീരുന്നത് വരെ ഒരു മനുഷ്യനോട് മുണ്ടിപ്പോരുത്. വിഷം കുടിക്കാനാണെങ്കിൽ അതിൽ കുറച്ച് പാലും കുറച്ച് പഞ്ചാരയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റും കൂടി കലക്കിക്കോളി. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ അലർജി എന്നാണല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ വേറെയും പല പണി ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ ചെയ്യാണ്ടിരിക്കരുത്, എന്റെ കുരുത്തകേട് പറ്റും. പോണ എന്തൊക്കെയാ എളാപ്പ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞത് എളാപ്പായതുകൊണ്ട് കൂനിട്ട് തന്നെ. എളാപ്പാ, നിങ്ങൾക്കറിയോ എന്റെ മനസ്സിൽ വിങ്ങണ കാൽപ്പനിക ഗതിഗതം? ഇവിടുത്തെ ഉപ്പാന്റെ മരണശേഷം നമ്മളെ കുടുംബത്തില് പിറുപിറന്നുള്ള ജനലല്ലാതെ മരണം വല്ലതും നടന്നിട്ടുണ്ടോ? എത്ര നാളായി ഒരു മരണം കൂടിയിട്ട്. ഇന്നെങ്കിലും അത് സാധിക്കും ഞാൻ കരുതി. പോട്ടെ, പ്രതീക്ഷക്ക് വക നൽകി വേറെ ഉണ്ടല്ലോ ഇവിടെ പല ആളുകളും. ആദ്യം നമ്മളെന്നെ ആവും ലളാപ്പ. എളാപ്പ നിങ്ങൾ ചൂടാവില്ലേ, അതൊക്കെ ശരിയാവൂ. പിന്നെ ആലിക്കുട്ടിയാ മോനെ, എളാപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് ഞമ്മക്ക. ആദ്യം വരാൻ ഞാൻ മടിച്ചു. പിന്നെ ഇക്ക നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. അത് ഉമ്മയുടെ പരാക്രമങ്ങൾ കാണാനല്ല, റസിയെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം.
ഞങ്ങളുടെ ഈ വരവ് കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും റസിയുടെ സങ്കടങ്ങൾ മുഴുവൻ മാറില്ലെന്നും ഉമ്മാക്ക് മാറ്റൊന്നും വരില്ലെന്ന് അറിയാനിട്ടും അല്ല. ഒരിത്തിരി ആശ്വാസം റസിയക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? കരയാണ്ടിരിക്കെ, ഞങ്ങളൊക്കെ ഇല്ലേ? അല്ല, നേരത്തെ റുക്കിയ ഫോണിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നോ? ഞാനത് അപ്പോഴേ മറന്നു. ഒന്നുമില്ലെങ്കിലും നിങ്ങളെ പെങ്ങളല്ലേ കിണറ്റി ചാടാൻ തുടങ്ങിയത്? തീർന്നു തന്നെയല്ലേ? ആരൊക്കെയോ പിടിച്ചു വെച്ചുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. അതൊന്നും അങ്ങനെ തീരുന്ന ജന്മല്ല ആയിഷ. എന്റെ കുടുംബത്തിലുണ്ടായ അബദ്ധങ്ങളാ എന്റെ കൂടപ്പുറപ്പുകൾ. അതിലേറ്റവും വലിയ അബദ്ധ എന്റെ പെങ്ങൾ ഖദീസ. ആ ഭാഗം ഞാൻ മറക്കാൻ ശ്രമിക്ക. ആലിക്കുട്ടി അസംകുട്ടിയൊക്കെ ഓളെ നന്നാക്കാണ്ടിരിക്കേ എന്താച്ചാ ചെയ്തോട്ടെ. ആ അവിടുന്നാവും എടുത്തുകൊണ്ടൊരു. ഹലോ, എന്തേന്നോ? ഞമ്മളെ പെങ്ങൾക്ക് ഒരു അപകടം വന്നപ്പോ ഒന്നും അറിയാത്ത പോലെ നിക്കയ്യവിടെ. അതിനും മാത്രമുള്ള വലിയ അപകട എന്തേ? പൊരേന്റെ അകത്ത് ബോംബ് പൊട്ടിയോ? അതോ ഓളെ വല്ല ടാങ്കർ ലോറി മുട്ടിയോ? അതോ വല്ല സുനാമിയിലും പെട്ടോ? ഇതിലേത് വകുപ്പപ്പെട്ട അപകട നമ്മളെ പെങ്ങക്കുണ്ടായത്? കളിയാക്കണ്ട. ഈ വീട്ടിലെ മനസമാനം നശിച്ചു അറിഞ്ഞില്ലേ? അതൊക്കെ ഇപ്പൊ അറിയാൻ എന്താ ഉള്ളത്? ഈയൊക്കെ അല്ലേ അവിടെ ഉള്ളത്. പോരാത്തതിന് പരീതും അസംകുട്ടിയുണ്ട്. ഇനി ഈ ജന്മത്തില് ആ കുടുംബത്തില് സമാധാനം സ്വസ്ഥത ഉണ്ടാവോ? എന്താ എന്റെ നാവിറങ്ങിപ്പോയോ? ഈയൊക്കെ എന്ത് ന്യായം ഉണ്ടായിട്ടാ ഖദീസായിക്ക് ചായക്കാരൻ പിടിക്കാൻ ചെന്നിരിക്കണത്? ആ പെൺകുട്ടിയും കൂട്ടക്കാരും എന്നോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തിരിക്കണത്? അനക്കൊല്ലേ കെട്ടിച്ചു വിട്ട 3 എണ്ണം? ഇന്ത്യൻ 2 പെൺമക്കളെ കെട്ടിച്ചയച്ചു തന്നെയാ. അവർക്കാണ് ഈ ഗതി വന്നതെങ്കിലോ? ആ ബോധം നമുക്ക് എപ്പോഴും വേണം. ഇജ്ജി പറഞ്ഞു വരുന്നത് ഞമ്മളെ പെങ്ങൾക്കൊരു പ്രശ്നം വന്നാ ഞമ്മൾ ഇടപെടണ്ടെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ സഹായിക്കുകയൊക്കെ വേണം. ഇതങ്ങനെയാണോ? അവനവന്റെ സ്വഭാവദൂഷ്യം കൊണ്ട് വരുത്തി വെക്കുന്ന വെറും കുടുംബകലഹങ്ങളല്ലേ ഇതൊക്കെ? അതിലൊന്നും ഇടപെട്ട് നേരം കളയാൻ എന്നെ കിട്ടൂല. ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞ് എന്നോട്ട് വിളിക്കും വേണ്ട. ഇജ്ജിപ്പോ പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, അത് ഫോണിൽ കൂടി ആയിപ്പോയി. നേർക്ക് നേരാണെങ്കിലേ കാരണം ഒരു വെറും വർത്താനം. കാര്യം എന്തൊക്കെയായാലും കൂടപ്പറപ്പുകൾ തമ്മിൽ ഇങ്ങനെ സ്വരച്ചേർച്ചയില്ലാണ്ട് കഴിയണത് കാണുമ്പം സങ്കടം തന്നെയാ. ഇങ്ങളൊന്ന് കാര്യമായിട്ട് ശ്രമിച്ചാ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. അതെന്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ആയിഷ. ഇതില് വാദിയും പ്രതിയും പെണ്ണാ. എന്നാണോ തമ്മിൽ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കണത് അന്ന് തീരും എല്ലാ പ്രശ്നങ്ങളും. എന്തായാലും നിങ്ങളൊന്ന് അതുവരെ പോയി സമാധാനപ്പെടുത്തി പോരി. ചെന്നില്ല എന്നുള്ള പരാതി വേണ്ട. അങ്ങനെ ആരുടെയും പരാതി തീർക്കാൻ വേണ്ടി അവിടം വരെ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്രയ്ക്ക് സീരിയസ് ആയ വല്ല പ്രശ്നമാണെങ്കിൽ ഇതിനകം മൻസൂറിന്റെ വിളി വരേണ്ടതായിരുന്നു. ഒരുവിധം കേസൊക്കെ ഒതുക്കി തീർക്കാൻ മൻസൂർ എന്നെ മതി. എന്റെ മോനെ ഈ വന്നല്ലോ. ഉമ്മാന്റെ കുട്ടിക്ക് കേക്കണോ ഓളിന്റെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ? അല്ലാ, ഓളിന്റെ എന്തൊക്കെയാണ് കാട്ടിയത് പഠിച്ചോനെ? ഏറ്റിയില്ലേ? നിങ്ങൾ ഏശണിത്തരൊന്നും ഓന്റെ അടുത്ത് നടക്കൂല. എനിക്ക് അളിയനെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയ ആളാ മൻസൂർ അളിയന്. നിങ്ങളെ കളിയെ ഞമ്മളോണ്ട് രണ്ടാളോണ്ട് വേണ്ട. ആലിക്കുട്ടിയമ്മോൻ സാറ്റേ. ആ അസംകുട്ടിയമ്മോനും എളാപ്പി മുമ്പേ സാറ്റേ. കിള്ള കുട്ടികള്. റസിയ, കാക്ക എപ്പോഴാ വന്നേ? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് നിൽക്കുന്നത് ദാ നിന്റെ മുമ്പിലാ. ഇനി പറ, യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്?
പറ മോളെ, എന്താ ഉണ്ടായത്? ഞാൻ രാവിലെ തുണിയൽക്കലും വിറകുകീറലൊക്കെ കഴിഞ്ഞ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അത് ശരി, ഇനിയും കഴിഞ്ഞില്ല എന്റെ മീൻ നന്നാക്കല്? ഇല്ലുമ്മ. ഇതുമല്ല ഇരിക്കുന്നതിന് മുമ്പേ അരിയായി അടുപ്പത്തിട്ടൂടെയോ? അതിനെങ്ങനെയാ? ചിന്ത പിടിയൊന്നല്ലല്ലോ. കുടുംബത്തിൽ കോണുള്ള തന്തയും തള്ളയും വേണം നല്ല പറഞ്ഞു കൊടുക്കാൻ. ഉമ്മ എന്നെ എന്ത് വേണേയും പറഞ്ഞോളെ. എന്തിനാ എന്റെ ഉപ്പാനും ഉമ്മാനും വെറുതെ പറയണ്? ആഹാ, നാവ് പൊന്താൻ തുടങ്ങി എനിക്ക്. അന്റെ തന്തക്കും തള്ളക്കും പറഞ്ഞ എന്താടി ഇനി മിണുങ്ങോ? ഉമ്മ, ഉമ്മാന്റെ ബാപ്പാക്കാണ് വിളിക്കണെങ്കില് ഉമ്മാക്ക് സഹിക്കോ? പടച്ചോനെ, ഈ ഉമ്മാനെ ബാപ്പാക്ക് വിളിച്ചാ? ഇതൊക്കെ കേട്ടിങ്ങനെ നിക്കാൻ മകള്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഓക്കൊരു ശല്യാണെങ്കിൽ ഞാൻ മയ്യത്തായി തരണോ? വേണോന്ന് കേട്ടില്ലടി ഉമ്മ പറഞ്ഞത്. അങ്ങനെ മതി എനക്ക്? ഞാൻ എന്താ എത്താത്താ ചെയ്യണ്ടേ? കേട്ടില്ലടി, കേട്ടില്ലേ? ഞാൻ മയ്യത്താവാൻ ഓളെന്താ ചെയ്യേണ്ടതെന്ന്? ഓളെ കൈകൊണ്ട് മയ്യത്താണ് നല്ലത്. ഞാൻ സ്വയം മരിക്കലാണ്. അല്ലാ, എന്നോട് മയ്യത്താക്കിക്കൊണ്ടാ. ഓളെ ചീത്ത കേട്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ലല്ലോ പടച്ചോൻ. അപ്പൊ അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പ്. നീ വിഷമിക്കണ്ട. എല്ലാം അറിയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ. എല്ലാത്തിനും ഒരു പരിഹാരം അവൻ കാണിച്ചു തരും. മനസ്സൊരുക്കി പ്രാർത്ഥിക്ക്. നിന്റെ കെട്ടിയോനും വീട്ടുകാർക്കും നല്ല ബുദ്ധി കൊടുക്കാൻ. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവുമില്ല കാക്ക. പിന്നെ എന്റെ വിധി ഇതാണെന്ന് സമാധാനിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കുക. ഉമ്മയും ബാക്കിയുള്ളവരും പോട്ടെ. മനാഫ്ക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നാ മതി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട കാക്ക. ഇതിപ്പോ കരച്ചിൽ മാറ്റാൻ വന്ന എന്നെ ഈ കരഞ്ഞു തോൽപ്പിക്ക? നല്ല പുതുമയായി. കരയല്ലേ? ഇവിടെ നീ ഒറ്റക്കാണ്, നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിനക്ക് തോന്നാതിരിക്കാനാണ് ഞാൻ വന്നത്. നിനക്കറിയാലോ, എന്റെ ഭാര്യ സെലീനയും ഇതുപോലെ കുറെ അനുഭവിച്ചിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഉമ്മയെ നന്നാക്കുന്നതിനേക്കാൾ എളുപ്പം നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. പോട്ടെ. അല്ലോ, മനാഫുവ, ഒരു കാര്യം പറയട്ടെ. പന്തീരായിരം കൊല്ലം നേരാക്കാൻ ശ്രമിച്ചാലും നേരാവാത്തൊരു സാധനമുണ്ട്. നായന്റെ വാല്. അതേ കോലത്തിലുള്ള മറ്റൊന്നു കൂടിയുണ്ട്. നിന്റെ സ്വഭാവം. ഇപ്പോഴും വള്ളി ടൗസർ ഇട്ട് മൂക്കൽപ്പിച്ച് നടക്കുന്ന ചെറിയ ചെക്കനല്ല. നല്ല തണ്ടും തടിയുള്ള പോത്തോളം പോന്ന ഒരുത്തനാ. കുടുംബം നോക്കാൻ പ്രാപ്തിയുള്ളവനാ. ഒരു പെണ്ണ് കെട്ടിയവനാ. കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കി നടത്താൻ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ മിടുക്ക് കാണിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട് കുടുംബജീവിതത്തിൽ. അത് സ്വന്തം ഭാര്യയെ നന്നായി നോക്കുക എന്നുള്ളതാ. അക്കാര്യത്തില് ഈ ഒരു പരാജയം തന്നെ. സ്വന്തം ഉമ്മാന്റെയും കൂടപ്പറപ്പുകളുടെയും സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതും തിരിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ കടമ തന്നെയാണ്. പക്ഷേ അത് കെട്ടിയ പെണ്ണിനെ പീഡിപ്പിച്ചുകൊണ്ടാവരുത്. അതിനുള്ള വഴിയൊക്കെ ഓളെന്നെ വരുത്തി വെക്കണതല്ലേ. എന്നെ സംബന്ധിച്ച് എന്റെ അവസാന വാക്കിന്റെ ഉമ്മ തന്നെ. എന്റെ ഉമ്മാക്ക് വേദനിച്ചാലും എന്റെ പെങ്ങക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കും. അതിന് കാരണക്കാരാരായാലും ഞാൻ ചോദിക്കുകയും ചെയ്യും. വേദനയിൽ ഷെയർ കൂടുക പറയണതൊക്കെ നല്ല മക്കൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ വേദന അഭിനയിക്കുന്നവർക്ക് വേണ്ടി നീ എന്തിനാ വെറുതെ വേദന അനുഭവിക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള ഇമാതിരി വേദന പങ്കിടലും സ്നേഹപ്രകടനവും കൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സ് വേദനിക്കുന്ന ഒരു പാവം പെണ്ണ് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അത് നീ മറക്കരുത്. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയില്ല. അത് നീ ആദ്യം പഠിക്കണം. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ അതനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ. സ്വർഗത്തിനു മേലെ ഉയർന്നു നിൽക്കാൻ മാത്രം മഹത്വമുള്ള ഉമ്മമാരെ പറ്റിയാണ് നീ അത് പറഞ്ഞതെങ്കിൽ ഞാനത് സമ്മതിച്ചു തരുമായിരുന്നു. ഞാൻ എന്തായാലും നിന്റെ വിശ്വാസം തെറ്റിക്കുന്നില്ല. അല്ല, ഇടയ്ക്ക് നീ നമ്മളെ പെങ്ങളെ വാക്ക് കേട്ടും യുദ്ധം ചെയ്യാറുണ്ടല്ലോ. അവളുടെ കാലിന്റെ അടിയിൽ എന്ത് പിണ്ണാക്കാടുള്ളത്? പ്രാഗാന്ന് വിചാരിക്കരുത്. ഈ ഒന്നും നന്നാവാനുള്ളതല്ല. ഒക്കെ അനുഭവിക്കുമ്പോ താനെ പഠിച്ചോളൂ.
ഉമ്മാന്റെ കിണറ്റിൽ ചാടൽ ഒരു നാടകമാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരിക്കൽ കൂടി ഇത്തരം ഒരു കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. പിന്നെ കുരുട്ടും കുന്നായ്മയും കുത്തിവെച്ചിട്ട് ഒളിച്ചിരുന്നോണ്ടൊന്നും കാര്യമല്ല. പടച്ചോന്റെ മുന്നിൽ ഒന്നിനൊരു മറയില്ല, അത് ഓർമ്മ വേണം എല്ലാവർക്കും. എവിടെ വിളിക്കവനെ? ആരെ? മൻസൂറിനെ. ഓൻ പോയി. പോയോ? ആ, എന്താ തിരിച്ചു വിളിക്കണോ? അത് നല്ലതിനല്ല. ആർക്ക്? ഇങ്ങക്കോ? ഓന് ഓനെ പറഞ്ഞ വർത്താനത്തിന് തൊള്ളോണ്ടല്ല മറുപടി പറയണ്ട്. എന്റെ കൈ അങ്ങനെ തരിച്ചരിച്ച് വരുന്നുണ്ട്. എന്നാ തരിപ്പ് മാറ്റിക്കോളി. എങ്ങനെ? അതാ ഓൻ വരുന്നതാ. ലെഫ്റ്റ് ലെഫ്റ്റ് മനസ്സിലായില്ലേ? വലത്തോട്ട്. അങ്ങനെ തിന്നാനും കുളൂസ് പറയാനും മാത്രം തൊള്ളോർക്കണ രണ്ട് അമ്മമാരും ഒരാളാപ്പിയും. ആ, ബെല്ലടിക്കണ്ട്. ഹലോ. ആ, ഉമ്മയാ. ഉമ്മ, എന്താ വിശേഷം? നല്ല തന്നെ. എന്താ എന്റെ വർത്താനോ? സുഖം. ഉപ്പാക്ക്? പരമസുഖം. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. 2 ദിവസം കിടന്നു. ശ്വാസം മുട്ടല് പിന്നെയും കൂടിയോ? എന്തേ ഒന്ന് അറിയിക്കാണ്ടിരുന്നേ? വിവരം പറഞ്ഞ എല്ലാരും കൂടി ഇങ്ങോട്ട് മണ്ടി പാഞ്ഞു വരും. കൂടുതലാന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടി വിളിച്ചു പറഞ്ഞതല്ലേ. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയോ എന്റെ കുടിക്കാർക്ക്? പറ്റേ ഒന്ന് വരാൻ പറ. ഓനൊപ്പാക്ക് കാണാൻ പൂതിയുണ്ടെന്നും പറ. ഓന് വരാൻ പൂതില്ലെന്നറിയാ, എന്നാലും ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഉപ്പാക്ക് കൊടുക്കാം. ഇതാ മോളെ. ഉപ്പാ തുടങ്ങി അവള്. ഞാൻ ഫോൺ വെക്കട്ടെ? ഉപ്പ പറഞ്ഞോളി. ഉപ്പാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഉപ്പാന്റെ കുട്ടിക്ക് ഞാൻ പൂവിച്ചു കൊടുക്കാം. നിക്കും വേണം. എന്നാ ഈ വാടാ. ഇത്തിരി കട്ടൻ ചായ ഉണ്ടായേക്ക, വേഗം വേണം. ഇങ്ങളൊന്നും പറഞ്ഞില്ല. നമുക്ക് വീട് വരെ ഒന്നും പോവല്ലേ? ഇൻക്ലാഷൻ തിരക്കുണ്ട്. അത് പിന്നെ ഓൻ പറഞ്ഞ കേട്ടില്ലേ ഓന് തിരക്കാണെന്ന്. പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കണേ? നോക്കി ഈ തിന്നണോടത്തെ ലേശം സ്വൈരം തരുമോ? ഈ ഒരു അല്ലെങ്കിൽ ഈ എന്തിനാ അവനെ സൗര്യം കെടുത്താൻ നിക്കണ്? പോണെങ്കിൽ എനിക്ക് ഒറ്റക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ഇള്ളാക്കുട്ടിയൊന്നല്ലല്ലോ. ഉപ്പാക്ക് ഓരും കാണാൻ പോതിണ്ടെന്ന് പറഞ്ഞു. അത്രക്ക് പൂതിയുള്ളവരാണെങ്കിലേ ഇവിടെ വന്നിട്ട് കണ്ടുപോകാൻ പറയും. ഉപ്പാക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ഉമ്മ? അന്റെ വർത്താനം കേട്ടാ തോന്നും ഇവന്റെ മോന്ത കണ്ടിട്ട് വേണം മൂപ്പർക്ക് മയ്യത്താവാന്ന്. എന്തിനാ ഈ കരയണേ? ആരെ തോൽപ്പിക്കാനാത്? പണ്ടാറടങ്ങാൻ നാളെ പോകാൻ തന്നെ വല്ലാത്ത കഷ്ടാണ് കേട്ടോ. ഈ പറഞ്ഞ കേക്കാതെ പോവാന്ന് പറഞ്ഞാ പിന്നെ അന്റെ വാക്കിന് എന്താ ഒരു വിലയുള്ളത്? പോയപ്പോ എന്നോട് യാത്ര ചോദിച്ചൊന്നുമില്ലേ? ചോദിക്കൊക്കെ ചെയ്ത് പേരിന് മാത്രം. ഉമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊരൊറ്റ വാക്ക്. ഞാൻ പോയിട്ട് വരട്ടെ എന്നോ? ഓള് തന്നിഷ്ടത്തിന് പോയ പോലെ ആണല്ലോ അത്. മനാഫിലെന്താ ഓള് കണക്കിൽ കൂട്ടിയിട്ടില്ലേ? ഇത്ര പോരല്ലോ കതീശയ്യ.
ഞാൻ എന്താ എന്റെ പൊന്നാര മാളുമാത്താ കാട്ടുക? അടക്കണം, അടക്കി നിർത്തണം. അതിനൊക്കെ ഈ പള്ളിയാളിയിലെ ആയുസുകൊട്ടിനെ നോക്കി പഠിക്ക്. ഓളൊന്ന് നോക്കിയാ ഓളെ 3 മരുമക്കളും നിന്നോർത്തൊന്ന് പാത്തു. ഇവിടെ നേരെ തിരിച്ചും. നോക്കണത് മരുവളാന്ന് മാത്രം, പാത്തണത് ഈയും. ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാനോ കളിയാക്കാനോ പറഞ്ഞതല്ല. ഏഷണി കൂട്ടുവന്ന് വിചാരിക്കുകയും വേണ്ട. ഈ വീട്ടിലെന്നും സ്വസ്ഥത ഉണ്ടാവണം. അത് എനിക്ക് പൂതിയുള്ളൂ. അത് നിങ്ങളെ നല്ല മനസ്സോണ്ട് നിങ്ങൾ പറയുന്ന മാൾമാത്ത. പക്ഷെ ഇവിടെ നടക്കണ ഒക്കെ നേരെ തിരിച്ചു. അല്ലടി, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമൊക്കെ ആയില്ലേ? ഓക്ക് പള്ളേരുണ്ടാവുന്നൊന്നും കാണാനില്ലല്ലോ. കച്ചറേന്റെ വക്കാണത്തിന്റെ ഇടയിൽ കാര്യങ്ങളൊന്നും നടക്കണില്ലേ? അതോ ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പോ കന്യാ, അല്ലാതെ എന്റെ മോന് കുഴപ്പമൊന്നുമില്ല. എത്ര കാലം നോച്ചിട്ട കദീസ അങ്ങനെ കാത്തുക്ക? ചാടിക്കൊടഞ്ഞൊരു തീരുമാനം എടുത്തില്ലെങ്കിലേ അന്റെ മോനും പീസായ ബൾബ് ഒരേപോലെ ആവും. ഒന്നിനും പറ്റൂല. ആ ഓലെത്തി. അമിന ഇതാ. ഹായ് താത്ത, സുഖല്ലേ താത്ത? സുഖം തന്നെ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? അസ്സലാമലൈക്കും. ആ നിങ്ങൾ എത്തിയാ? എന്തേ കാണാത്തതെന്ന് ഓർക്കേ ഞാൻ. പിന്നെ എന്തൊക്കെ ഉണ്ട് മോനെ കുടിത്ത വർത്താനോ? ഉമ്മാക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലാലോ? ഓലൊന്ന് കയറ്റിരുത്തിയിട്ട് വർത്താനം ചോദിക്കണ്ട അമിന. ഓല് നടന്നു കൊഞ്ഞു വന്നതല്ലേ. കേറി വാടി. ഇരിക്ക്. ഇതാ ചായ അടിക്കും മോനെ. നിങ്ങളും കുടിക്കിട്ടാ? ഇതൊക്കെ എടുക്കിട്ടാ? ഇടിക്കേ. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? മോശ. ഓരോന്നിങ്ങനെ ആലോചിച്ച് മനസ്സിൽ വെറുതെ ആദ്യം കൂട്ടണ്ട മോളെ. പടച്ചോൻ എന്തെങ്കിലുമൊക്കെ കണ്ടുണ്ടാവും. അത് അതുപോലെ അതിൻ്റെതായ നേരത്തിൽ നടക്കും. അപ്പോഴേ നടക്കൂ. അതുവരെ എങ്ങനെയൊക്കെ കണ്ട് പോട്ടെ. നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് ആരും മനസ്സ് വേദനിപ്പിക്കാഞ്ഞാൽ മതി. ഓല് ഈ ചെയ്തു കൂട്ടുന്നതിനുള്ള ശിക്ഷ കൊടുക്കുന്നതിന് പകരം നല്ലത് ചെയ്യാനും ചിന്തിക്കാനുമുള്ള നല്ല മനസ്സ് കൊടുക്കാൻ പടച്ചോനോട് പറയും. ഓൻ കേൾക്കും. ഈ ഇറങ്ങണ്ടാ, ചെന്നിട്ട് 100 കൂട്ടാൻ പണിയുണ്ട്. തിരക്കില്ലെങ്കിൽ നാളെ പോയാ പോരെ? തിരക്കുണ്ട്. ഈ വരുന്നുണ്ടാ? കരയാണ്ട് പോയി വാ മോളെ. പോയിട്ട് വരാം. ഇരുട്ടാണെന്റെ മുന്നേ വീട്ടിലെത്തിക്കോളെ. ചെല്ലേ. എന്തിനാ ഈ ഒലിപ്പിക്കണത്? അന്നത് അറക്കാൻ കൊണ്ടുപോകുന്നല്ല, പേരയിലോട്ട് എത്തട്ടെ. അന്നെ ഞാൻ ശരിയാക്കി തരാം. എന്റെ വീട്ടിൽ എനിക്ക് സുഖം കൂടിപ്പോയതാ കുഴപ്പം.
ശരി മരുവാണാണെങ്കിലും ഇമ്മാതിരി കടുപ്പം കാട്ടിൽ അതിനോട് പറ്റുമോ? ശരിക്കുള്ള അമ്മായിമ്മ പോരെന്താന്ന് കാണണമെങ്കിൽ കദീസാനെ നോക്കിയാ മതി. മകളെ മരുമോളെ വെവ്വേറെ കാണാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ആ എന്നാ അതാ അപ്പ അവിടെ. സ്വന്തം മരുമോളെ പറ്റി പരദോഷണം പറഞ്ഞത് ശരിയാണോ? ഏയ് ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ശരിയാണോന്ന്. അല്ല, ശരിയല്ല. എന്നാലേ ഇത് കേക്ക്. ഓൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞെന്ന് കേക്കണോ എനിക്ക്? എനിക്കിപ്പോ ഇതൊന്നും കേക്കണ്ടോ. ഇതപ്പയ്ക്ക് അനക്ക് കേക്കണ്ടെങ്കി കേക്കണ്ടോ? അല്ല പിന്നെ സാരോ എനിക്ക് ഒഴിവുണ്ടാവോ? ആ പോയി നോക്കാം. ഏയ് ഇമ്മാതിരി ഇടപാട് നമ്മൾ തമ്മിൽ ശരിയാവില്ല. കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച എങ്ങോട്ടോ അങ്ങോട്ടൊക്കെ വേണ്ടി വരും. അല്ലാതെ അവനാൻ പിടിച്ച കൊമ്പിന് 3 മുയലെന്ന് പറഞ്ഞിരിക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയാവില്ല. ആ ഇടപാട് ശരിയല്ല. ആ നോക്കട്ടടോ. ആ നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ബിസിനസ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാദിത്വം ഊഷ്മളതയൊക്കെ എനിക്കും ഉണ്ടാവും. ഇങ്ങോട്ട് വരണ്ട. നിങ്ങളോടല്ല കേറിപ്പോയി. എങ്ങനെ വരണ്ടെന്നല്ല പറഞ്ഞത്. ആ പിന്നെ പൂളപ്പൊരിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ബിസിനസ്സാണ് നിങ്ങളെ വിചാരം? ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. ഏയ് നിങ്ങളങ്ങോട്ട് കേറിക്കോളി. ജാസ്മിന അന്റെ പൂളപ്പൊരി ഇതാ വന്നെ, കൂട്ടിക്കൊണ്ടേക്കോ. ആ എന്താ പറഞ്ഞ കേട്ട്? 1 കിലോ പൂള നൈസാക്കി കഴിഞ്ഞാല് എത്ര പാക്കറ്റ് ഉണ്ടാവുന്ന എന്റെ വിചാരം? ഇടപാടൊക്കെ വേഗം നടക്കും ചെയ്യും, കായ് വെള്ളത്തിലാവുകയല്ല. ഇങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ആദ്യമായിട്ടാണെങ്കിലും വേറെ പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. ആ അതാ പറഞ്ഞത്. അന്തരണീയമായ പല കാര്യത്തിലും കാർമണ്യം സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്രിയാവൽക്കരിതമായി എനിക്ക് പറയാൻ പറ്റും ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുന്നു. നിങ്ങളെ കായ്ക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു. കിണറൈനി ആരും കണ്ടില്ല. ഇതെന്താ തന്ത നിങ്ങൾ മാതിരി കോമഡി കാട്ട പല്ലിന്റെ മാതിരി കൊക്കണത്? ഒന്നുമില്ല, ഞാൻ എന്റെ ഫോൺ വിളി കാണുകയായിരുന്നു. നിങ്ങളെന്താ അതുവരെ എന്റെ ഫോൺ വിളി കണ്ടില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെങ്കി ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിലേ കിണറ്റിൽ കിടന്നിട്ടുള്ള വിളി കാണായിരുന്നു. ഫോൺ വിളിയല്ല, എന്റെ നില വിളി. അല്ല ഇമ്പിച്ചേ, എന്റെ സ്ഥലത്തിന് ഇടപാടൊക്കെ നടക്കണില്ലേ? നിങ്ങൾ ഇപ്പം പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടായില്ല. എന്റെ പേര് വിളിച്ചത് എനിക്ക് ഞാൻ തന്നെ നല്ലൊരു പേരിട്ടിട്ടുണ്ട്, അൽതാഫ് ഫാറൂഖ് ഗസാനി. ഔ ഇതൊന്നല്ലല്ലോ, ഇതൊരു 3-4 ആളെ പേരിന്റെ ലിമ്പിച്ചേ. ദേ പിന്നെയും വിളിച്ചു, മൈ മമ്മി റിട്ടേൺസ്. എന്റെ ഉമ്മാക്ക് പറ്റിയൊരു അബദ്ധം. ആര്? ഇയ്യോ. ഞാനല്ല, എന്റെ പേര്. പക്ഷെ ആ പേരാരെങ്കിലും വിളിച്ചാല് എന്റെ പട്ടി വിളി കേൾക്കും. എന്തേ ഉമ്മാ? ഞാനേ പെട്ടെന്ന് വിളിച്ചപ്പോളേ. ഓല എത്ര നേരായി വന്നിട്ട്? ചെന്ന് 2 വർത്താനം പറ, അല്ലെങ്കിൽ ഓൽക്ക് എന്താ തോന്നുക? 2 വർത്താനം പറയണമെന്ന് ഞാനും കുറെ കാലമായി വിചാരിക്കണേ. മാറിക്കാണി, ഇമ്മാതിരി ഒരു ചാൻസ് ഇനി കിട്ടൂല. ഉമ്മ ചായ ലേശം കൂടി ഒഴിക്കട്ടെ? വേണ്ട മോളെ, ഇപ്പൊ തന്നെ 3-4 ഗ്ലാസ്സായി. ചായ കൂടി ഞാൻ കുറച്ചൊക്കെയാ. ഒരു 1/2 ഗ്ലാസ് കൂടി. ആ എന്തൊക്കെ വർത്താനം? ആ എന്തു മോനെ, അങ്ങനെ പോണ്. നിങ്ങൾ വന്നപ്പോ ഞാൻ ഫോണിലായതുകൊണ്ടേ അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്താ മനാഫളിയനെ കൊണ്ടുവരാഞ്ഞ്? ഓന് തിരക്കല്ലേ? അല്ല ഇപ്പോഴും പോരെടുക്കലുണ്ടോ? അല്ല മോനെ, ഞാൻ ഉമ്മാന്റെ കാര്യമല്ല പറഞ്ഞത്, ഓള കാര്യാ. എല്ലാരും വിചാരം എന്റെ അടുത്താ കുറ്റന്നാ. ഓള് കാട്ടിക്കൂട്ടണൊന്നും ആർക്കും അറിയണ്ട. ശരിയാ, ഇങ്ങനത്തെ ജാതിനൊക്കെ മുക്കാലിയിൽ കെട്ടി ചാട്ടവാർ തല മാറി തല്ലണം, അപ്പം നിർത്തും പോര്. നിങ്ങൾ ചായ കുടിക്കി, ഒക്കെ നേരാവും. എനിക്ക് കുറച്ച് ഇടപാട് കൂടി ഉണ്ട് പുറത്ത്. മൂപ്പര് നമുക്ക് തന്നെയാണല്ലോ താങ്ങിയത്. അപ്പൊ മനസ്സിലായില്ലേ? ജാസ്മിന, ഇജ്ജ് ഇവിടെ വർത്താനം പറഞ്ഞിക്ക. അടുക്കളയിൽ എന്തൊക്കെ പണിയുണ്ട്? വിശേഷങ്ങളൊക്കെ ഇനി ചോറൊന്ന് കഴിഞ്ഞിട്ട് പറയാം. ദാ വന്നുമ്മ. ആ നിങ്ങള് കുത്തിരിക്കിട്ടാ, വേണമെങ്കിൽ ആ TV വെച്ചോളി. അല്ല മോളെ, എന്തേ എന്റെ അമ്മായി തള്ളക്ക് ഇത്ര കുനിറ്റ്?
ഞമ്മളുള്ളപ്പോ ഇങ്ങനെ, അപ്പൊ ഞമ്മളില്ലാത്തപ്പോഴോ? ഓ വല്ലാത്തൊരമ്മായി തള്ളയോ. സംഗതി എൻ്റെ ഉമ്മയും ഏട്ടത്തിയൊക്കെ ആണെങ്കിലും ഞമ്മളെ മര്യാദ ഞമ്മള് കാട്ടണ്ടേ. ഞമ്മള് തിന്നാൻ കൊടുത്തത് മോശമായെന്ന് പിന്നെ ഓല് പറയരുത്. അപ്പൊ ഉമ്മാക്ക് പേടിണ്ടല്ലേ? പിന്നെ അല്ലാണ്ടേ. ഈ അവിടെ വർത്താനം പറഞ്ഞിരുന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ കുഴയും. ഇന്റെ കൈപ്പുണ്യം എനക്കറിയാലോ. എന്നാ ഉമ്മ കുറച്ചേരം അങ്ങോട്ട് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. വേണ്ടോ, ഈ ഇത്രയ്ക്ക് പോരൊന്നും ഉമ്മാനോട് കാട്ടല്ലേ. ഞാനിവിടെ വെറുതെ നിന്നോളാം. അല്ല, ഫൗസിയനെ നമുക്ക് ഇങ്ങനെ നിർത്തിയാ മതിയോ? എന്നാലേ ഇവിടെ ഇരുന്നോ. ഞാനോളെ കസാലയിൽ പിടിച്ചിരുത്തുന്ന കാര്യമല്ല പറഞ്ഞത്. ഏയ് ഈ അവിടെ തന്നെ ഇരുന്നോന്ന്. ഇതിലേതെങ്കിലും ഒന്ന് പറയ്. ആ എന്നാ അവിടെ തന്നെ നിന്നോ. അല്ല, ഇവള് കാര്യം തീർത്തപ്പോ പൊരാ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി? കൃത്യായിട്ട് പറഞ്ഞാല് 3-3.5 കൊല്ലായി. ആ അപ്പൊ ഇനി തീരെ നിർത്താൻ പറ്റൂല. എത്രയും പെട്ടെന്ന് ഞമ്മളെ പൊരേന്ന് ഇവളെ വിവാഹമോചനം നടത്തണം. ഒരു കല്യാണം നടത്തിയ ഞമ്മളെ പൊരേന്ന് ഇവൾക്ക് ഒരു മോചനം കിട്ടുമല്ലോ. അതാണ് ഞാൻ ഇംഗിതപ്പെട്ടത്. അതിന് പറ്റിയൊരു ചെക്കൻ വരണ്ടേ? ഇവളെ കെട്ടാൻ വരണോന്നൊന്നും ചെക്കനെന്ന് പറയാൻ പറ്റൂല. ഒരു പരുത്ത പടു. എന്നാലും ഞാൻ ഓക്ക് പറ്റിയ നല്ല തണ്ടും തടിയുള്ള ഒരുത്തനെ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ തന്നെ കൊണ്ടുവരാം. നേരാണ് അമ്പിച്ചേ. അൽതാഫ് ഫാറൂഖ് ഗസാനി. ചെക്കനെ കൊണ്ടുവരാൻ നിമ്പിച്ചല്ലേ പറഞ്ഞേ. എനിക്കത്ര വിശ്വാസം പോരാ. എന്താ ഇങ്ങക്ക് പറയാനുള്ളേ? ഹാ ഓലെത്തിക്കണ്. ആരെ? ജോലി കൂലിത്തല്ലും തെമ്മാടി തരൂ. അർപ്പിതനാവൂ. കുത്തിരിക്കൂ. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. കം ടു ദ പ്രോബ്ലം. അതിനു മുമ്പേ കാര്യം എന്താന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. അത് ശരി. അപ്പൊ കാര്യമൊന്നും അറിയാതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഉമ്മ ഞങ്ങൾ കാര്യമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കൊടുത്തതാണ്. എന്തിനാ ഈ ചട്ടമ്പി? അല്ല, അനീഫനെ കൊണ്ടുവന്നാ ചോദിക്കണേ. ഉമ്മാക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. നമ്മളെ ഫൗസിയാക്ക് എല്ലാം കൊണ്ടും തികഞ്ഞൊരു ചെക്കനെ കൊണ്ടു കൊടുക്കുന്നു. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. എന്നിട്ട് ചെക്കൻ എവിടെ? ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നിട്ട് ചെക്കൻ എവിടെ എന്നുള്ള ചോദ്യം തീരെ അവസരാഘോഷമല്ല. ചെക്കനോ? ഇതോ? ഫൗസിയാക്കല്ലേ. ഇതിനേക്കാളും എന്തുകൊണ്ടും ചേർന്ന ഒരു പുതിയാപ്പിളനെ ഓക്ക് നീ ജന്മത്ത് കിട്ടൂല. അതേ ജനസ്, അതേ ലക്ഷണക്കേട്, നല്ല വിശള്ളനാ. നല്ലൊരു പെണ്ണിനെ എനിക്ക് കെട്ടിച്ചേരാൻ ഇന്നോളം എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറെ ശ്രമിച്ച് പരാജയപ്പെട്ടതല്ലേ. അപ്പോഴാണ് എനിക്ക് എന്റെ മൂത്തച്ഛന്റെ കാര്യം ഓർമ്മ വന്നത്. ഞാനവളെ പോലീശ പറയാണെന്ന് വിചാരിക്കരുത്. ഇത്രക്ക് കുരുത്തം കെട്ട ഒരു ജാതിനെ ഈ ദുനിയാവിൽ കാണൂല. പക്ഷെ പ്രശ്നം അതല്ല, ഓൾക്ക് അന്യം വേണ്ട പിടിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കുക എൻ്റെ ഒരു നിലവാരം. അത് പോയെങ്കിൽ പോട്ടെ, വേറെ വന്നാൽ നമുക്ക് ആലോചിക്കാം. ഇതിരിക്കട്ടെ. എന്താ എന്റെ കഥ? ഗുണ്ടകളെ പറയിപ്പിക്കാന് വെറുതെ അല്ലടാ എനിക്ക് പെണ്ണ് കിട്ടാത്തത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഉമ്മ. ഈ എന്നെയാണ് അതിന് കാരണക്കാരത്തി. ഒരു കുട്ടി ഉണ്ടാത്തതിന്റെ കാരണക്കാരത്തി ഈ എന്നെയാണ്. അതീന്ന് കളിക്കണ്ട. എന്റെ കുടുംബത്തിന്റെ സ്വഭാവ ഗുണം ഈ കാണിക്കന്നെ ചെയ്യൂ. അത്രയ്ക്ക് മുന്തിയ ജാതികളല്ലേ. ഇത്രക്ക് വൃത്തികെട്ടൊരു കുടിക്കാരൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉമ്മ എന്തിനങ്ങനെ ഇല്ലാത്ത പറയണേ? അത് ശരി. ഇന്നെ എനിക്ക് മുഴുവൻ അറിഞ്ഞൂടാ. ഒരു വെട്ടോളെ ഈ കുടുംബം മുഴുവനെ നശിപ്പിച്ചത്.
അല്ലാ അല്ലാ, അങ്ങനെയൊക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നല്ലോ. ഇന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ എന്നെ കണ്ട് കൊന്നോളാം. എന്നാലും എന്റെ മനാഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞില്ലേ. ഒന്നില്ലെങ്കിൽ ഓൻ എന്നെ കെട്ടിയോനല്ലടി, എന്റെ കുട്ടീനെ പറ്റിയാണല്ലോ ഇമ്മാതിരി വർത്താനൊക്കെ പറഞ്ഞത്. ഈ എപ്പോഴാ വന്നേ? എന്താ ഇന്നാളെ ഈ എന്റെ ബാപ്പാക്ക് വിളിച്ച് ഇന്ന് എന്റെ മോനെ പറ്റി അപവാദം പറഞ്ഞ് നാളെ ഈ എന്നെ കൊല്ലുന്ന് പറയല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? എന്റെ മോനെ മതിയായെങ്കിൽ പറഞ്ഞടി, അതോ ഈ വേറെ ആരെങ്കിലും കണ്ടുച്ചിരുന്നോ? മോനെ മോനെ, എന്റെ ഉമ്മക്ക് മതിയായി മോനെ, ഇവളെ കൊണ്ട് മതിയായി. അവിടെ കിടക്ക്, മതപ്പാട് തീരട്ടെ, എന്നിട്ട് തുറന്നുവിടാ. ഉമ്മ കരയണ്ട. ഉമ്മാക്ക് എതിര് നിൽക്കണ ആരും ഇനി എനിക്കും വേണ്ട. ഇനി ഉമ്മാക്ക് തീരുമാനിക്കാം എന്തും. മനാഫ് ഇന്ന് എവിടേക്കും പോയില്ലേ? ഞാൻ ടൗണിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഉമ്മ എന്തോരം മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? ഒന്നുമില്ല, എനിക്ക് എല്ലാരും ഒന്ന് കാണാൻ തോന്നി പോന്നു. പോരാതെ ഇന്നലെ ഉറക്കത്തിലും കണ്ടു റസിയാക്ക് എന്തോ സുഖമില്ലാത്ത. പിന്നെ ഇരിക്കപ്പുറത്ത് ഉണ്ടാകും. ഉമ്മയൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വെറുതെ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടിക്കണേന്ന് കരുതി. അല്ല, ഒന്ന് ഫോൺ ചെയ്ത് കണ്ട് ചോദിച്ചറിയാവുന്ന വിശേഷങ്ങൾ ഇപ്പൊ ഇവിടെ ഉള്ളൂ. കാണാനുള്ള പൂതി കണ്ട് തന്നെ തീർക്കണ്ടേ മോനെ. അല്ല, ആ വരി വരി. റസിയ എവിടെ? ഓൾ അപ്പുറത്ത് പണിയിലാണ്. നിങ്ങളിരിക്കി, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. മോളെ റസിയ, അപ്പുറത്തെ പണി കഴിഞ്ഞ് ഓള് മുറിയിൽ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ഒരു വീടാവുമ്പോ ഇതൊക്കെ സാധാരണ നിൽക്കെ അറിയാം. അതിനൊക്കെ മുറിയും പൂട്ടിയിരുന്ന് നിലവിളിക്കാന്നൊക്കെ പറഞ്ഞ അനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ മനാഫേ. ആ, ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. റസിയാനെ കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞേക്കോ? ആ, അതിനെന്താ, ആയിക്കോട്ടെ, കുറച്ചു ദിവസാക്കണ്ട. ഉമ്മ, ഞാൻ പോയിട്ട് വിളിക്കാം. ഇത്താത്ത പോയിട്ട് വരട്ടെ. ഇക്ക, ഇറങ്ങ. എന്നാ വരട്ടെ.
ഇനി എന്താ അടുത്ത നടപടി? ഒക്കെ ഉമ്മ പറയും പോലെ. എന്നാൽ ഉമ്മ പറഞ്ഞു തലാക്ക്. അതൊക്കെ അത്രക്ക് എളുപ്പമുള്ള കാര്യാണോന്ന്? ഒരുത്തിനെ കെട്ടാൻ നിയമമുള്ള പോലെ തന്നെ ഒഴിവാക്കാനുള്ള നിയമം നമ്മളെ കിതാബിലുണ്ടല്ലോ. അത് ശരിയാ, 4 വരെ കെട്ടുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ ഒഴിവാക്കുന്നതിന് വല്ല തെറ്റുണ്ടാവുമോ? ആ, അതൊക്കെ പോട്ടെ. എന്താ മനാഫിന് പറയാനുള്ളത്? ഉമ്മ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. ആ, പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെ മൊയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള സംഗതിയല്ല. നൂലാമാലകൾ ഒരുപാടുണ്ട്, മതിയായ കാരണങ്ങൾ വേണം. ഞാൻ എന്തായാലും നമ്മളെ കുഞ്ഞാപ്പ മൊയ്ലാരും ഒന്ന് കാണട്ടെ. ഇക്കാര്യത്തിൽ മൂപ്പറോളം വലിയൊരു വക്രബുദ്ധിക്കാരൻ ഈ ദുനിയാവിലുണ്ടാവില്ല. ഓളെ ഒഴിവാക്കാൻ ഇവിടെ ഉള്ളവരുണ്ടാക്കിയതിനേക്കാളും നല്ല കാരണങ്ങൾ മൂപ്പരുണ്ടായിക്കോളും. എന്തെങ്കിലൊരു മുന്നറിയിപ്പ് ഇല്ലാതെ കുത്തിരിക്കണ കാര്യമൊക്കെ പിന്നാലോചിക്ക. ഈ ആദ്യം എന്റെ മോനെ വിളിക്ക്, മനാഫിനെ. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താപ്പ പ്രത്യേകിച്ച്? എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനക്കറിയാത്തതായിട്ട് എന്ത് കാര്യമായി ഈ വീട്ടിലുണ്ടാകല് അല്ലേ? എന്നാ പറയ്, കേട്ടതൊക്കെ സത്യാണോ? അതെ. എത്ര എളുപ്പമായി സമ്മതിച്ചത് അതേന്ന്. ഖദീസ, എന്ത് കാര്യം പറയുമ്പോഴും തീരുമാനിക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞത് ഒരു വട്ടെങ്കിലും ആലോചിക്കണം. അല്ലാതെ ചാടിക്കുടഞ്ഞ് ഇമ്മാതിരി തീരുമാനങ്ങൾ എടുക്കരുത്. ഒടുക്കം ദുഃഖിക്കേണ്ടി വരും. മനാഫിന്റെ ഓളെ കാര്യത്തിലേ എനിക്ക് ഒരു വട്ടം പോലും ആലോചിക്കേണ്ട കാര്യമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇതിനു മാത്രമൊക്കെ എന്ത് തെറ്റാ ആ കുട്ടി എന്നോട് ചെയ്തത്, ഓളെ വീട്ടുകാരെന്നോട് ചെയ്തത്? ഈ കല്യാണം തീരുമാനിച്ചപ്പോഴും നടത്തിയപ്പോഴൊക്കെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒപ്പം. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ ചോദ്യത്തിനുള്ള മറുപടിയും തരി. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാ. ഓളവിടെ കൊണ്ടുവന്ന് രാജാത്തിയായി വായിച്ചോളാന്ന് ഞാൻ നേർച്ചൊന്നും നേർന്നിട്ടില്ല. കല്യാണം തീരുമാനിച്ചപ്പോഴേ വേറെ ചില കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചിരുന്നു. പച്ചയ്ക്ക് പറഞ്ഞാലേ സ്ത്രീധനം, അതിലും കുടിശ്ശിക, പറഞ്ഞ പണ്ടത്തിലും കുറവ്, പോരാത്തതിനും അച്ചിയും. ഖദീസ, ഈ വേണ്ടാത്തത് പറയരുത്. എന്താ പറഞ്ഞാല് തെറ്റ്? ഈ പറഞ്ഞതൊക്കെ ഇല്ലാത്തതാണെന്ന് വലിയ കാക്കാക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ എങ്ങനെ വലിയക്കാക്ക് പറയാൻ പറ്റും മനാഫെ? പണ്ടത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിലാണെങ്കിൽ ശരി. പക്ഷെ അവസാനം പറഞ്ഞ സംഗതി, അതിന്റെ കാരണം നിനക്കേ പറയാൻ പറ്റൂ. പിന്നെ എന്തിന്റെ പേരിലാണ് ഈ തൊലാക്ക് നാടാൻ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന റോളിൽ 5-6 കൊല്ലം മുമ്പ് ഞാനായിരുന്നു അഭിനയിച്ചിരുന്നത്. തിരക്കഥയും സംവിധാനവും അന്നും ഈ നിൽക്കുന്ന ഉമ്മയായിരുന്നു. ഇന്ന് പെങ്ങളും കൂടി ഉണ്ടെന്ന് മാത്രം. പക്ഷേ ഇപ്പൊ നടക്കുന്ന രീതിയിലാണ് കഥയുടെ ഒഴുക്ക് എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് പാതി വഴിക്ക് സലീനയും കൂട്ടി ഞാൻ ഈ പടിയിറങ്ങി. അന്ന് സംഭവിച്ചതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. നീയാണെങ്കിലോ ഉമ്മ ഉദ്ദേശിച്ച റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീധന കമ്മിയും ഉമ്മയെ ധിക്കരിക്കലും കുടുംബ മഹിമയില്ലായ്മയും എല്ലാം സലീനയ്ക്ക് ചാർത്തി കൊടുത്ത പോലെ തന്നെ റസിയാക്കും കിട്ടി. അത് പോട്ടെ, ഇപ്പൊ നിങ്ങളെടുത്ത തീരുമാനമുണ്ടല്ലോ, അതിന് വല്ല മാറ്റവും വരുത്തുമോ എന്ന് ചോദിക്കാനാണ് ഈ പടി കയറില്ലെന്ന് ശപഥം ചെയ്തിട്ടും ഞാൻ വീണ്ടും വന്നത്. ആര് പറഞ്ഞു വരാൻ? എനിക്കങ്ങനെ ഒരു ഉമ്മയില്ല, കുടുംബമില്ല എന്നൊക്കെ പറഞ്ഞ് പടി ഇറങ്ങിയല്ലേ ഈ. പിന്നെ ആരെങ്കിലും ക്ഷണിച്ചെന്നെ കേറി വന്ന അനിയന്റെ 2ാം കെട്ട് മുടക്കാൻ? ഉമ്മ, ഞാൻ വന്നത് എന്റെ അനിയൻ എന്ന് പറയുന്ന ഈ മഹാന്റെ 2ാം കെട്ടിന്റെ കോഴി ബിരിയാണി തിന്നാനല്ല. ആദ്യം കെട്ടിയ ഒരു സാധു പെൺകുട്ടിയില്ലേ, അതിനെ വഴിയാതാരാക്കരുതെന്ന് കാല് പിടിച്ച് അപേക്ഷിക്കാനാ. ഖദീസ, അന്നോടെന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് പണ്ടേ എനിക്കറിയാവുന്നതുകൊണ്ടാ ജീവിതത്തിൽ തന്നെ ഞാൻ എന്നോട് അകന്നു നിന്നത്. ഇപ്പം ഞങ്ങൾ വന്ന് പറഞ്ഞ കാര്യങ്ങളും അനക്കിഷ്ടപ്പെട്ടിട്ടില്ലാന്നും ഈ അത് സ്വീകരിക്കൂലെന്നും എനിക്കറിയാം. മൻസൂർ വിളിച്ചോണ്ട് മാത്രാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അതുണ്ടാവില്ല. പക്ഷേ എന്നാണോ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മനസ്സുരുകി എൻ്റെ കണ്ണിന്നൊരിറ്റ് കണ്ണീര് ഈ മണ്ണിൽ വീണത് അന്നെനിക്ക് നിൽക്കാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ടാവും. എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുക എന്ന് കണ്ടപ്പോ അത് മുടക്കാൻ വന്നിക്കണ് അസൂയ മൂത്തൊരു ജ്യേഷ്ഠൻ. ഇത്രയും കാലം
ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും നീ ഉൾക്കൊണ്ടിട്ടില്ല. ഇതെങ്കിലും നീ കൊള്ളണം. പുതിയ കല്യാണത്തിന് വിളിക്കണമെന്നില്ല, വരില്ല. എന്തേ ഈ നേരത്ത്? കേറി വാ. ഞാനൊരു സാധനം ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്റെ ചക്കയാ? ചക്കയും വാങ്ങിയൊന്നല്ല. എന്നാ കന്നലിക്കൊലായിരിക്കും. നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? കൊലയും തലയൊന്നല്ല. വേറൊരു ഇടപാടിനാണ് ഈ ഇമ്പിച്ചി ഈ അൽതാഫ് ഫാറൂഖ് ഗസാനി ഇവിടെ വന്നത്. ജാസ്മിനാ, അതിന് ഓൾ ഇവിടെ ഇല്ലല്ലോ. അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ജാസ്മിനാ, ഇറങ്ങി വാ. അല്ല, എന്ത് പറ്റി മോളെ? എന്തിനാ ഈ കരയണ്? എന്താ മോളെ ജാസ്മിനെ കാര്യം? എന്താ എനിക്ക് പറ്റിയത്? അൽതാഫ് ഫാറൂഖ് ഗസാനി സമ്മതിച്ച്. ഈ എന്താ കാര്യം പറയ്. ചില പ്രമദവനമായ കാരണങ്ങളാൽ ഞാൻ എന്റെ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു. പറയരുത്, ആക്രമിക്കരുത്, ഞാൻ കേസ് കൊടുക്കും. എന്നാ പറ, എന്താണ് എന്റെ ഉദ്ദേശം? ഇപ്പോഴത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ്സ് ഓഫ്. തുടർന്നുള്ള ഇടപാടുകൾ കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ ഇവളുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് ഒരു രണ്ടാം കെട്ടിന് ഞാൻ തയ്യാറാവും. അതിന് മാത്രം ഇവിടെ എന്താണ് ചെയ്തത്? ഓളൊന്നും ചെയ്തില്ല, പക്ഷെ നിങ്ങൾ ചെയ്തു. നിങ്ങൾ എനിക്ക് തന്ന സ്ത്രീധന തുക വളരെ കുറഞ്ഞുപോയി. പണ്ടത്തിന്റെ തൂക്കത്തിലുമുണ്ട് ആ കമ്മി. എന്ത് കുറഞ്ഞെന്നാ ഈ പറയണേ? ഇവളെ കെട്ടാൻ വേണ്ടി ഈ ചോദിച്ച 15 പവനും 50,000 ഉറുപ്പിയും തികച്ചു തന്നില്ല. എനിക്ക് ഒരു ഉറുപ്പ്യ കുറഞ്ഞിക്കണോ? നിങ്ങൾ കുറച്ചു തന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, തന്നത് കുറഞ്ഞു എന്നാ പറഞ്ഞത്. 5 കൊല്ലം മുമ്പ് പഞ്ചാരക്ക് എന്തായിരുന്നു വില? ആ വിലയാണിപ്പോ. അന്ന് അരിക്കും ചീരുള്ളിക്കും എന്തായിരുന്നു വില? ആ വിലയാണിപ്പോ. ബലൂണിനും പീപ്പിക്കും അലുവക്കും അച്ചാറിനും എന്തായിരുന്നു വില? ആ വിലയാണിപ്പം. ഇവളെ ഞാൻ ഇന്ന് കെട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തരും? കുറഞ്ഞത് 30 പവനും 1.5 ലക്ഷം ഉറുപ്പിയും തരൂലേ? അതാണ് ഞാൻ ചോദിച്ചത്. അന്ന് നിങ്ങൾ ഇവക്കും വേണ്ടി കൊടുത്ത പൈസന്റെ ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞിക്കണേ. അന്ന് കൊടുത്ത പണ്ടൊക്കെ ഓളരുത്തുണ്ടായിനും. ഇപ്പൊ ഈ ഇടപാട് ഇവിടെ വെച്ച് തീർന്നിക്കണേ. ബാക്കി കാര്യങ്ങൾ എന്ന് തരുന്നോ അന്ന് ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമല്ലോ. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതാ ഓള് പറഞ്ഞുതരും. എന്താ ജാസ്മിൻ ഓനി പറഞ്ഞത്? നിങ്ങളൊക്കെ കേട്ടില്ലേ മൂപ്പര് പറഞ്ഞത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് വിവരം പറഞ്ഞിരുന്നെങ്കില് വേണമെങ്കിൽ മൂപ്പരും 4-5 കൊല്ലം കാത്തിരിക്കേനെന്ന ഇപ്പൊ പറയുന്നത്. ഒക്കെ എന്റെ വിധി. വാ മക്കളെ. ജാസ്മിന, അവിടെ നിക്ക്. എന്റെ മോനെ ഞാൻ കൊണ്ടുപോവാ. ഇവൻ ഇവിടെ നിന്നാല് ഇവനെ കണ്ടു പഠിച്ച് ഇവൻ നാശാവും. നടക്ക്. എന്റെ മോളെ ഞാൻ കൊണ്ടുപോവാ. ഇവളവിടെ നിർത്തിയാല് ഇവളെ കണ്ടു പഠിച്ചിട്ട് എന്റെ കുട്ടി അരപ്പാവും. വാ മോളെ. ഈ വിഷമിക്കണ്ട. ഉമ്മാന്റെ കൂട്ടത്ത് കൂടി കുറച്ച് ജീവൻ അങ്ങോട്ട് അരപ്പായിക്കും. മോനെ ഇമ്പിച്ചേ. അൽതാഫ് ഫാറൂഖ് ഗസാനി. ജാസ്മിന, ഈ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഒക്കെ വിധിയാ. എന്റെ 2 പെമ്മക്കും കുടുംബജീവിതം വേണ്ടെന്നാവും യോഗം. അങ്ങനെ വിധിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ. ഒക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാ. നിങ്ങളെ 2 പെമ്മക്കള് മാത്രല്ലല്ലോ, ഒരു മകനും കുടുംബജീവിതം തകർന്നു നിൽക്കല്ലേ. ഓന് വേണമെങ്കിൽ ഇനിയും പെണ്ണിട്ടല്ലോ. അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നിന്നോട്ടെ എന്നല്ലേ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന് നിങ്ങൾക്കറിയോ? പണ്ടും പണവും കുറഞ്ഞോണ്ട് മാത്രല്ല, റസിയാനെ മൊഴിചൊല്ലിക്കാനുള്ള ഉമ്മാന്റെ തീരുമാനം അവർക്ക് ഇഷ്ടായിട്ടില്ല. റസിയാനെ എന്നാണോ തിരികെ കൊണ്ടുവരുന്നത് അന്ന് എന്നെയും തിരികെ കൊണ്ടുപോയിക്കോളാന്നാ അവര് പറയുന്നത്. കാലാകാലം ഉമ്മക്കൊരു ഭാരമായി ഞാൻ അവിടെ നിക്കണ്ടെങ്കില് റസിയാനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നോട് ഉമ്മ. ഉമ്മ, ജാസ്മിനാന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കൊരു പുതിയ ജീവിതം വേണം. നമുക്ക് റസിയാനെ തിരിച്ചു കൊടുന്നാലോ? നിർത്തടാ. ഖദീസാക്ക് വാക്കും പ്രവൃത്തിയും ഒന്നേ ഉള്ളൂ. അത് ഇയല്ല ആര് പറഞ്ഞാലും മാറൂല.
ഓളിനി ഈ വീടിന്റെ പടി ചവിട്ടൂല. എനിക്ക് പറ്റിയ ഒരു മരോളെ ഈ കൊണ്ടുവരും ചെയ്യൂ. അത് എന്റെ മോളിവിടെ മൂത്ത് നരച്ച് നിന്നാലും ശരി. ഏത് മുഖം നൽകിടുമൊരു പുഞ്ചിരി, ഏത് മനം നീട്ടിടുമൊരു കൈത്തിരി. ഏത് മുഖം നൽകിടുമൊരു പുഞ്ചിരി, ഏത് മനം നീട്ടിടുമൊരു കൈത്തിരി. എന്തൊരിരുട്ട് എങ്ങും എന്തൊരിരുട്ട്, എന്തൊരിരുട്ട് എങ്ങും എന്തൊരിരുട്ട്. എന്നിനി വിരിയും കിനാവ് തന്നൊരു മുട്ട്. ഏത് മുഖം നൽകിടുമൊരു പുഞ്ചിരി, ഏതു മനം നീട്ടിടുമൊരു കൈത്തിരി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചാലും ഇപ്പടിഞ്ഞ് ഞാൻ ചവിട്ടൂല. ഇപ്പടിഞ്ഞ് നമുക്ക് ഹറാമാ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്കാണ് എത്രയും പെട്ടെന്ന് ഞാൻ അവളെ കൊണ്ടുപോണത്. ആ കല്യാണ ചോറ് തിന്നാലേ ഞങ്ങൾക്ക് ദഹനക്കേട് പിടിക്കും. ഉമ്മ ഓലെന്നെ മൊഴി ചൊല്ലുന്ന പേടിച്ചിട്ടെങ്കിലും ഉമ്മാന്റെ മനസ്സ് മാറുന്നു, റസിയാനെ തിരിച്ചു കൊണ്ടുവരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തിനു ഇവിടെ നിന്ന് ദിവസം കളയണം? ഞാൻ പറഞ്ഞിട്ടാ ഓളിങ്ങനെ ഒരു നാടകം കളിച്ചത്. ഈ അഭിനയമൊക്കെ വല്ല സീരിയലും പോയി അഭിനയിച്ചിരുന്നെങ്കിൽ 10 ഉറുപ്പ്യ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഈ നാടകം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓൾ അവിടെ ഉണ്ടെങ്കിൽ തൊള്ളൊക്കെ കൊശിയുള്ള എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ. പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. നിങ്ങളെ സ്വഭാവം പോലെയാണ് എൻ്റെ അമ്മൻ്റെ പാചകം. വളരെ മോശ. ഇനിയിപ്പോ മൊയ്ചൊല്ലൽ കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ കല്യാണം വേഗം ഉണ്ടാവില്ലോ അല്ലേ? ഒരു കാര്യം ഞാൻ അപേക്ഷിക്കാണ്, ആ പെണ്ണിനോടെങ്കിലും ഇങ്ങനെയൊന്നും പെരുമാറാതിരിക്കുക. മരുമോളോട് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ നല്ല മനസ്സോടെ ഒന്നിന്റെ വീട് വരെ വരിക. അവിടെയുണ്ടൊരുമ്മ, അതിനെ കണ്ട് പഠിക്കുക. ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് ഇക്കാക്കും പഠിക്കുക. പോകാം. ആ പിന്നെ ഭർത്താവിൻ്റെ സ്നേഹം പഠിക്കാൻ ഞാൻ അങ്ങോട്ട് വാ. എനിക്ക് ഞാൻ നല്ലോണം പഠിപ്പിച്ചു തരാം. വേണമെങ്കിൽ ഒരു ഡിഗ്രി എടുത്തുതരാം. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മനാഫ് വീണ്ടും വിവാഹിതനാവാൻ തീരുമാനിച്ചു. അല്ല, മനാഫിനെ ഒരു പണക്കാരിയെ കൊണ്ട് കെട്ടിക്കാൻ ഖദീസ തീരുമാനിച്ചു. കുറെ ആലോചനകൾക്കും പെണ്ണുകാണലുകൾക്കും ശേഷം അന്തസ്സുള്ളൊരു തറവാട്ടു പെണ്ണിനെ തന്നെ ഖദീസ മകനു വേണ്ടി കണ്ടെത്തി. പെണ്ണൊരു 2ാം കെട്ടുകാരിയാണെന്ന കാര്യം അവളുടെ തറവാട്ട് മഹിമയ്ക്കും പണക്കൊഴുപ്പിന് മുന്നിൽ ഖദീസ മനഃപൂർവ്വം മറന്നു. പക്ഷേ ലോകത്ത് മറവിയില്ലാത്ത ഒരേ ഒരാൾ മാത്രം, പടച്ചവൻ. അക്കാര്യവും അവർ മറന്നു. നിയാസ് വന്നു കഴിഞ്ഞാ പിന്നെ 6 മാസത്തേക്ക് ഞാൻ ഒരു പണിക്കും പോവില്ല. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്ത് പണിക്കാ പോണത്? അതെ, അവനിപ്പോ ഈ നാടിനെ കുറിച്ചും ഈ നാടിന്റെ മാറ്റത്തെ കുറിച്ചും വലിയ ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏതായാലും ഒരു 6 മാസത്തേക്ക് ഞാൻ അവന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. ഏത് അവന് ചെത്താൻ കൂടെ ഉണ്ടായേ പറ്റൂന്ന് പറ. നിയാസിനെയും കൊണ്ട് വെറുതെ ചെത്തിക്കിറങ്ങി ദിവസം കളയാതെ പുതിയൊരു നാടകം എഴുതിക്കാൻ നോക്ക്. എനിക്കാണെങ്കിൽ സംവിധാനം ചെയ്യാൻ കൊതിയായിട്ട് വയ്യ. അത് നല്ല ഐഡിയ. നാടകമൊന്നും വേണ്ട ചങ്ങായിമാരെ. അതെ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് ഒരു ആൽബം ചെയ്യിക്കാം. പിന്നെ അവൻ അത്ര വിവരം കെട്ട ഗൾഫുകാരനൊന്നുമല്ല. ലീവിന് വന്ന് ആൽബം പിടിച്ച് കാശ് കളയാൻ.
നിയാസിന്റെ വണ്ടി. ആണോ? അപ്പൊ നമുക്ക് 6 മാസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ? ഇവരിനേക്കാളും മിടുക്കന്മാരാണല്ലോ. എവിടെ നിയാസേ? സ്ഥലമുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ടെടാ? സുഖം സുഖം. ഹലോ, എല്ലാരും ഹാപ്പി അല്ലേ? യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ? പിന്നെ നമ്മളെ നാടക കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലേക്ക് കിടക്കുക. നമുക്കൊന്ന് ഉഷാറാക്കണം. രണ്ടാമത് തുടങ്ങണം നമുക്ക്. നിന്റെ വരവ് കാത്തിരിക്കരുത് ഞങ്ങള്. ഒന്നും ആലോചിക്കാനില്ല. ഒരു നിമിഷം. നമ്മുടെ നാടകത്തെ എനിക്ക് ചില കാഴ്ചപ്പാടുകൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് ഉടനെ തന്നെ തുടങ്ങണം. ഇനി ഒന്നും ആലോചിക്കാനില്ല. കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ വയറൊക്കെ ചാടിക്കണല്ലാകെ. അതൊക്കെ തോന്നല. അവിടെ കാലാവസ്ഥ എങ്ങനെ? താമസമൊക്കെ വലിയ ഫ്ലാറ്റിലല്ലേ? ഫ്ലാറ്റിൽ ചൂടില്ല. ഇവിടെ അല്ലേ ചൂട്, അവിടെ തണുപ്പല്ലേ? എസിലല്ലേ കിടക്കുന്നത്? 2 ഭാഗത്തും എസി അല്ലേ? ഞാൻ പറഞ്ഞത് കേക്ക്. നാളെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. ഇപ്രാവശ്യം ക്ലബൊക്കെ നമുക്കൊന്ന് ഉഷാറാക്കണം. നല്ലൊരു നാടകം ചെയ്യണം. നല്ല സന്തോഷമായി ഞങ്ങൾക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയാക്കണം. ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങിയതുള്ളൂ, അപ്പോഴേക്ക് വന്ന് ശല്യങ്ങള്. എന്താടേ, നാടൊക്കെ മാറിയല്ലോ, പച്ചപ്പൊക്കെ പോയി. ശരിയാക്കാം, സമയമുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, നാടകാഭിനയം എന്നൊക്കെ പറഞ്ഞേ ഇവനെ തിരിപ്പിക്കാൻ വരരുത്. കുട്ടിക്കളിയൊക്കെ കണ്ട് നിർത്തിക്കളി. കുടുംബത്തിന്റെ കാര്യം നോക്കി നടക്കേണ്ട ആൾക്കാരാങ്ങള്. വീട്ടിലെ പണിയെടുത്ത് ഇവന്റെ അമ്മേനെ നടുവൊടിഞ്ഞ് ഒറ്റക്കിരുന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും മടുത്ത്. ഞങ്ങൾ 2 വയസ്സന്മാരാ വീട്ടിലുള്ളത്, നിങ്ങൾക്കൊരു ഓർമ്മ വേണം. അതുകൊണ്ട് ഇവൻ വന്നുടനെ ഒരു കല്യാണം കഴിപ്പിക്കണം എന്നാ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ ഓന്റെ ചങ്ങായിമാരാണെങ്കിൽ ഓന് പറ്റിയൊരു പെൺകുട്ടീനെ കണ്ടുപിടിക്കുക, അതാ വേണ്ടത്. ബ്രോക്കർമാർ കുറെ ആലോചനകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല. അത്യാവശ്യം സ്വത്തും മുതലും ചുറ്റുപാടുള്ളടത്തുനിന്ന് മതി പെണ്ണ്. ഓക്ക് വിദ്യാഭ്യാസവും ചൊറുക്കും കുറച്ച് കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഇക്കാര്യത്തിലെ കുറച്ച് കടുംപിടുത്തുള്ളവനാ ഞാൻ. കാരണം ഞാൻ ഓന്റെ അമ്മാവനാ. ഓനങ്ങോട്ട് വിളിക്കി. നിയാസേ, വന്ന് വണ്ടി കയറി. അപ്പൊ പോട്ടെ, പിന്നെ കാണാം. ഗൾഫിൽ പോയി തടിച്ചുകൊണ്ട് കൊടുത്തപ്പോ അവർക്ക് മറന്നുപോയി. എടാ മണികണ്ട, നിന്നൊക്കെ മറന്ന ഞാൻ ജീവിക്കണോടാ? ഞാൻ പേടിച്ചു. നിയാസ് ഇപ്പോഴാ പഴയ നിയാസനടാ, ഒരു മാറ്റമല്ല, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെ നാളെ മുതൽ നീ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ വേണം, കേട്ടല്ലോ? എന്നാ ശരി, ഓക്കെ. എന്തേക്കും പറഞ്ഞ്? എന്നോടല്ല പറഞ്ഞത്, അവനോട് ചോദിക്കൂ. ഒന്നിവിടെ വരി, ചായ കുറച്ച് കഴിഞ്ഞിട്ട് മതി. അതിനല്ല, വേറൊരു കാര്യത്തിനാ. എന്തേ? എന്താ പച്ചയായതുകൊണ്ട് വിറകൊന്നും കത്തണില്ല, ഗ്യാസും തീർന്നു. ഇങ്ങള് കുറച്ച് ഉണങ്ങിയ വിറക് കീറിക്കൊണ്ടുവരി. എനിക്കാണെങ്കി ഇതൊന്നും ശീലല്ല. ഞങ്ങള് വലിയ ഫാമിലീസ് ആയി പോയില്ലേ, എന്താ ചെയ്യ? അല്ല, ഇതൊക്കെ ഇപ്പൊ ഞാൻ എങ്ങനെയാ? അല്ല ഷൈന, അതെ, അല്ല നിങ്ങള് പോയില്ലേ? വേഗാവട്ടെ.
എന്നാ ഈ എന്ന് കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്ക. എനിക്ക് കൊറേ അലക്കണ്ടല്ലക്കാ. ഉച്ച തിരിഞ്ഞ മഴയാവും. ചായ ഉമ്മ ഉണ്ടാക്കി തരും. അതെങ്ങനെയാ ശരിയാവുക? ഓന്റെ എല്ലാ കാര്യങ്ങളും നീയല്ല നോക്കണ്ട്. എന്നാ ഉമ്മ ചെന്നിട്ട് അലക്ക്, ഞാൻ അപ്പോഴത്തേക്കും ചായ ഉണ്ടാക്കാം. അല്ല, അതൊക്കെ ഈ എന്നെ അങ്ങോട്ട്. മഴ പെയ്താലേ ഒന്നും ഉണങ്ങൂല. നോക്കിന്ന് നിങ്ങളൊന്നും ഇവിടെ വരി. നല്ല രസമുള്ള ഒരു കാഴ്ച കാട്ടിത്തരാ. എന്താണ് ഇവിടെ വരിന്ന്? വേഗം വരി. അങ്ങോട്ട് നോക്കി. ആ അത് തിരക്കേടില്ലല്ലോ. രണ്ടും നന്നായോ? നന്നായി ഓൽക്ക് നന്ന്. പുതിയ മരോട് ഏതായാലും ആളു സാറാ. ഇതെന്തപ്പ ഞാനീ കാണുന്നത്? ആരോടുള്ള വാശിക്ക് ഈ പണിയൊക്കെ? അതെ, ഇന്നലെ ആശുപത്രി പോയി പരിശോധിച്ചപ്പോ ഷുഗർ ലേശം കൂടുതലാന്ന് പറഞ്ഞ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിസർത്താലേ അത് നല്ലതാന്നാ ഡോക്ടർ പറഞ്ഞ്. ഇപ്പൊക്കെ പോയാലേ ഈ നല്ലോണം വിസർക്കും. അല്ല, അനക്കും ഉണ്ടോ ഷുഗർ? ഇല്ല, ഞാൻ വെറുതെ ഉമ്മാനെ സഹായിക്ക. ഇപ്പൊ എന്താ വിറക അലക്കണേ? നടക്കട്ടെ നടക്കട്ടെ, അധികം ബസർക്കണ്ട, നീരിറങ്ങും. ചായ. എന്താ അവിടെ പഞ്ചാരല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല, തീർന്നൂന്ന്. അപ്പൊ എന്താ ഞാൻ പീടിക്ക് ആരോന്ന് പറയാഞ്ഞ്? അറിയില്ല. എന്നാ അത് അനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നോ? അത് നിങ്ങൾ പോയത് ഞാൻ കണ്ടിട്ട് വേണ്ടേ? ഓരോരോ നല്ല ഒന്നാം തരം കുട്ടിയാ, നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാ. ഞമ്മളെ നിയാസിന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ ഞാൻ ഒന്നും ആലോചിക്കണ്ട, നാളെ തന്നെ ഓനെ കൊണ്ടേ കാണിച്ചു കൊടുക്ക്. അതെ, ഫോട്ടത്തിലെ ചൊറുക്കൊന്നും ചെലപ്പോ കാണുമ്പോ ഉണ്ടാവൂലേ. ഏയ്, ഇക്കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയല്ല. എന്തുമാതിരി ചൊറുക്കാണെന്ന് അറിയാം അതിന്. ഫോട്ടോ അങ്ങനെ ഉണ്ട്, നിങ്ങൾ ആ ഒന്ന് പറ. അളിയനൊന്നും നോക്കി നോക്കി. ആ നിയാസല്ലേ വരണേ, ഓന് നേരിട്ടൊന്ന് കാണിച്ചു കൊടുത്തളാ. അളിയ അങ്ങോട്ട് പോയി വരി. ഇതെങ്ങനെയുണ്ട് ഫോട്ടോ? അടിപൊളി ഫോട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ഈ കെട്ടിക്കോ. ആദ്യം നിന്റെ എന്നിട്ട് മതി എനിക്ക്. അപ്പൊ എപ്പോഴാ പോയോക്ക? നാളെ പെണ്ണാണാൻ പോകല്ലേ? നാളെ പോകാം. അപ്പൊ പോയി. ഉറപ്പല്ലേ? എടാ ഞാനുണ്ടാ. എന്തുവാടേ പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു ഊക്കിളി ഓമിനി വാനോ? മോശം. ഓമിനിക്ക് എന്താ കുഴപ്പം? തറവാട്ട് പറഞ്ഞല്ലേ? അത് വിട്, നാടാകെ മാറിപ്പോയി അല്ലടേ. മാറിയോ? എവിടെ? എപ്പോ? അത് ശരി, പിന്നെ ഭയങ്കര മാറ്റല്ലേ? കൈ മാറ്റടേ. മണികണ്ട, ആ കൂളിംഗ് ഗ്ലാസ് മാറ്റടേ. എന്റതല്ല, തന്റത്. അത് വെക്കാന്നല്ലേ? ഇപ്പൊ വെക്കണ്ട, ഞാനില്ലാത്തപ്പോ ഒറ്റക്ക് വെച്ചോ. നീ ഇൻസൈഡ് ആണോടേ? ഔട്ടാക്കിയേക്ക്. മണികണ്ട, എനിക്ക് നല്ല സുന്ദരന്മാരും സുമുഖന്മാരുമായ സുഹൃത്തുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല നിന്നെ കൂടെ കൂട്ടിയത്. എന്റെ ഗ്ലാമർ കൂട്ടാന്, എനിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ. ബ്രോക്കറെ, നിന്നെ പോലെ അളിഞ്ഞ ബ്രോക്കർമാരുമായി പെണ്ണ് കാണാൻ പോകാൻ എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. പിന്നെ വല്ല കമ്മീഷന് തടയുമെങ്കിൽ നിനക്ക് തന്നെ തടഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാ. മനസ്സിലായി. ബ്രോക്കറെ, നമുക്ക് പറ്റുള്ള കുട്ടികളുണ്ടോ നിങ്ങളുടെ കസ്റ്റഡിയിൽ? ഉണ്ടല്ലോ, പക്ഷെ അനക്ക് കെട്ടിച്ചേരില്ല. അതെന്തേ? ഞാനേ പെൺകുട്ടിയൊക്കെ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ, ജീവിതം നശിപ്പിക്കുന്ന ആളാ. എന്തിനാടാ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കുന്നത്? എടാ നിയാസേ,
ഞമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണത് അന്റെ പഴയ അയൽവക്കക്കാരന്റെ വീടിന്റെ അടുത്തുകൂടിയാ. ആരുടെ? മനാഫ് മൊയ്യല്ലേ പെണ്ണില്ലേ റസിയ, ഓളെ വീടിന്റെ അടുത്തൂടെ. ഇവിടെ അടുത്താണോ? ആ അടുത്തന്നെ. പാവം കുട്ടി, വല്ലാത്തൊരു യോഗം തന്നെ. നമുക്ക് അവിടെ നിന്ന് കേറിയാലോ? ഇപ്പൊ തന്നെ നേരം പോയി, ഇനി തിരിച്ചു വരുമ്പം കയറാം. ആ അത് സാരല്ല, ഒന്ന് കേറിയിട്ട് പോകാം. ഒന്നുമില്ലെങ്കിലും പഴയ അയൽവാസിയല്ലേ. എന്നാ വണ്ടി തിരിക്കടോ, അടുത്ത റൈറ്റിലേക്ക്. ആ വരി വരി വരി, ഇതാണ് പോരാ. ഡ്രൈവർ വണ്ടി ഇരിച്ചിട്ടുള്ളൂ. താങ്ക് യു. ആരാ മോളെ അത്? അത് എടക്കരയെന്നാ. അവിടെ അയൽവക്കത്തെ സുലൈമാൻ ഖാന്റെ മോനല്ലേ നിയാസ്ക, ഗൾഫിലുള്ള. ആ പിന്നെ ആരൊക്കെ ഉണ്ടല്ലോ. ആ നമ്മുടെ ബ്രോക്കർ മൊയ്യനല്ലേ അത്? റസിയ അറിയോ? പിന്നെ അറിയാതെ. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? എന്താ റസിയാന്റെ വിശേഷം? സുഖാണ്. ആ കേറി വരി കേറി വരി ഇരിക്കി. ആമിന താരക്കെ വന്നിട്ട് നോക്കിക്കേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കി. അതെടുത്തു വെക്കടേ. എന്താപ്പോ എല്ലാരും കൂടെ? ഞങ്ങൾ നിയാസിനൊന്ന് പെണ്ണ് കാണിക്കാൻ പോന്നാ. എല്ലാ പ്രാവശ്യം വരുമ്പോ ഞാൻ ഒഴിഞ്ഞു മാറില്ല. ഈ പ്രാവശ്യം കയ്യോടെ പിടികൂടി കൊണ്ടുവന്നതാ പെണ്ണ് കാണിക്കാൻ. മോക്ക് പിന്നീട് വേറെ ഏതെങ്കിലും കല്യാണാലോചന വന്നോ? ഇല്ല, ആ സംഭവത്തിന് ശേഷം ആദ്യമായി വരണ കൂട്ടം നിങ്ങളാ. ആണോ? അത് നന്നായി. അന്റെ ഒരു ഭാഗ്യം. അപ്പഴേ മറ്റേ സംഭവം ക്യാൻസൽ ചെയ്താറോ? അതെ, ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നാന്ന് പറഞ്ഞതേ. അറിയാം, ഒരു പാവം പെൺകുട്ടിയുള്ള സഹതാപം കൊണ്ടാണെന്നും അറിയാം. പക്ഷേ പെട്ടെന്നൊരു കല്യാണം നടത്താനുള്ള സാമ്പത്തിക നിലയിലേക്കോ മാനസിക നിലയിലേക്കോ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. മോനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനിട്ടല്ല, ഇതുപോലെ നല്ലൊരു മരുമകനെ ഞങ്ങൾക്കിനി കിട്ടുമെന്നും അറിയില്ല. കാരണം കഴിഞ്ഞതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പെണ്ണ് ചോദിക്കാൻ മനസ്സ് വന്നല്ലോ. പക്ഷേ കുറേ കാലം പുറത്ത് വീടിൻ്റെ തൊട്ടടുത്തിക്കാന്ന് പറയുമ്പോൾ ഒരു അതെ, ഒന്നും തോന്നരുത്. സത്യത്തിൽ ഞമ്മള് റസിയാനെ പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ ഞങ്ങൾക്ക് പെണ്ണ് കാണേണ്ട സ്ഥലം 5 കിലോമീറ്ററും കൂടി അപ്പുറത്താ. ഇവിടെ ഞമ്മള് പോണ വഴിക്കൊന്ന് വിശേഷം തിരക്കാൻ കയറിയതാ. ഞാനെന്തൊക്കെയോ വെറുതെ. അത് സാരല്ല, റസിയാക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. വരട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മള് വേറെ ഒന്ന് കൊണ്ടുവരാന്ന്. മണികണ്ട, എന്തോ നീ ഇവിടുന്ന് കളകളാ വിളമ്പിയതുപോലെ നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന വീട്ടിൽ വെച്ച് വിളമ്പരുത്.
അഥവാ എന്തെങ്കിലും വിളമ്പിയാൽ അടിച്ചന്റെ പല്ല് താടിയിടുന്നല്ലേ? കറക്റ്റ്. സേവ് ടു യു. അല്ല ഓൻ എന്താ എന്നോട് പറഞ്ഞു? ഓൻ എന്ത് പറഞ്ഞാലും കിട്ടിയതിന്റെ 50-50. വണ്ടി പോട്ടെ. ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാല്ലാതെ അതിന്റെ കാരണം വലുതോൻ പറഞ്ഞോ? എന്തിനാപ്പം നമ്മൾ കാരണമൊക്കെ ചോദിക്കുന്നത്? എന്തെങ്കിലും കാരണമല്ലാതെ ഓൻ അങ്ങനെയൊന്നും പറയില്ല. ചാടിക്കൊടഞ്ഞ് ഏതെങ്കിലും ഒന്നിനെ കെട്ടിക്കൊണ്ടുവന്ന് ഒടുക്കം ഹലാക്കിലാകണേന് പകരം ആലോചിച്ചും നോക്കിയും നല്ലൊരു കുട്ടീനെ കൊണ്ടുവന്നാ അതാവും നല്ലത്. അന്വേഷിച്ച് നോക്ക. നീയേ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനം എടുത്ത്? നിന്റെ വീട്ടുകാർ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അറിയില്ല. അറിയില്ല, നല്ല ഉത്തരം. ഇനി റസിയാന്റെ വീട്ടുകാർക്ക് സമ്മതമാണോന്ന് വല്ലതും അറിയോ? അതും അറിയില്ല. പിന്നെന്താ അറിയാ? എനിക്ക് ഇഷ്ടമാണെന്ന് മാത്രം അറിയാം. അതെങ്കിലും അറിയോലോ. നല്ല കുട്ടിയാ റസിയ. ഇങ്ങനൊരാഗ്രഹം എങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സഹതാപം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പടച്ചോൻ വിധിച്ചത് ഇതായിരിക്കാം. അതിനെല്ലാരും സമ്മതിക്കണ്ടേ? സമ്മതം ചോദിക്കണം. നിനക്ക് ധൈര്യമുണ്ടോ? എനിക്ക് ധൈര്യമല്ല, നീ ചോദിക്കണം. ഞാനോ? ഉമ്മ. എന്തേ മോനെ? ഉമ്മ ചമ്മന്തി അരയ്ക്കാ? കണ്ടാലറിഞ്ഞൂടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തേ? എന്ത് കാര്യം? ഇത് മാങ്ങ ചമ്മന്തിയാ? അല്ലല്ല, തേങ്ങാ ചമ്മന്തി. കണ്ടപ്പോ തന്നെ തോന്നി. അതെ, നമ്മുടെ നിയാസിനെ കൊണ്ട് എന്തായാലും നമുക്ക് ചമ്മന്തി അരപ്പിക്കണല്ലോ. അല്ല, കല്യാണം കഴിപ്പിക്കണല്ലോ. ആ, കഴിപ്പിക്കണം. ഓന് പറ്റിയൊരു ചമ്മന്തി ഉണ്ട്. അല്ല, അമ്മയുണ്ട്. അല്ല, കുട്ടിയുണ്ട്. പെണ്ണുണ്ട്. എവിടെ? നമ്മളെ അപ്പുറത്തെ മനാഫില്ലേ, അവന്റെ ആദ്യത്തെ കിട്ടിയോളില്ലേ റസിയ. ആദ്യം നമുക്ക് ആലോചിച്ചാലോ? ചമ്മന്തി ചമ്മന്തി ഞാൻ ചോദിക്കൂല, ഉമ്മാനോട് എന്നെ ചോദിച്ചാ മതി. അതെന്താ? അതൊന്നുമില്ല. എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഇന്ന വരെ എൻ്റെ ഉമ്മയും ഉപ്പയും എതിര് നിന്നിട്ടില്ല. ഇക്കാര്യത്തിലും അവരെൻ്റെ കൂടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ 4 പെങ്ങന്മാർ, അവരും എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ കുടുംബത്തിൽ ആൺതരിയായിട്ട് ഞാനൊരാളല്ലേ ഉള്ളൂ. എൻ്റെ വിവാഹത്തെക്കുറിച്ച് അവർക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടാവും. എനിക്കുണ്ടായിരുന്നു വലിയ സ്വപ്നങ്ങൾ. പക്ഷേ റസിയാക്കൊരു ജീവിതം, അതാര് കൊടുക്കും? അതിന് മറ്റൊരാളുണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. പക്ഷേ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹത്തിന് മുമ്പിൽ അവൾക്ക് അയോഗ്യതകൾ ഒരുപാടുണ്ട്. എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഈ പോലെ പോലെ റസിയ, റസിയ, റസിയ,
എന്തേ? എന്താന്നോ? വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ആളോട് ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? അല്ല, ഞാൻ പിന്നെ വേണ്ട വേണ്ട, നിന്ന് പരിങ്ങണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. വാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഇവിടെ വരെ വന്നതിനൊരു ഭൂകമ്പത്തിനുള്ള കാരണമായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ റസിയാനെ പോലെ ഒരു പാവല്ലാത്തോണ്ട് ഒന്നും വിലപ്പോകില്ലെന്ന് മാത്രം. അല്ലാതെ ജീവിക്കാൻ കഴിയില്ല റസിയ. ഭർത്താവിന്റെ മരണശേഷം ഇനിയൊരു കല്യാണമേ വേണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഞാൻ. പിന്നെ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീട്ടുകാരുടെ വേവലാതി, അവരുടെ നിർബന്ധം, ഇതെല്ലാം കൊണ്ട് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കുകയായിരുന്നു. ഇവിടെ പരമസുഖം. റസിയ കുറെ അനുഭവിച്ചല്ലേ? ഞാനിവിടെ വന്നു കയറിയ നാളുകളിൽ തന്നെ റസിയെക്കുറിച്ച് പഠിച്ചു. കാര്യവും കാരണങ്ങളും മനസ്സിലാക്കി. റസിയയുടെ അവസ്ഥ വരാതിരിക്കാൻ പ്രതികരിക്കാനും പഠിച്ചു. ആദ്യമൊക്കെ റസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമായിരുന്നു. എന്നാ ഇപ്പൊ സന്തോഷം തോന്നുന്നു. നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. റസിയുടെ സന്തോഷങ്ങൾ എന്നോടും എന്റെ സങ്കടങ്ങൾ റസിയോടും പങ്കുവയ്ക്കാൻ ഞാൻ ഇനിയും ഇവിടെ വരും. ആരും തടയില്ല. ഇനി നീ എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയല്ല, എന്റെ പ്രിയ കൂട്ടുകാരിയാണ്, എന്റെ കൂടപ്പിറപ്പാണ്. ഒന്നുകിൽ ആ വീട്ടിലുള്ളവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അല്ലെങ്കിൽ ഞാനും റസിയെ പോലെ ഷാഹിന, ഈ എന്തിനുള്ള പുറപ്പെടാ? ചോദിച്ചു കേട്ടില്ലേ, ഈ എന്തിനുള്ള പുറപ്പെടാന്ന്? മനസ്സിലായില്ല. എന്താ കളിയാക്ക? ഈ എന്തിനാ ഒരുമ്പട്ടോളെ കാണാൻ പോയത്? പാവല്ലേ ഉമ്മ റസിയ? ഓളെ പാവത്തരൊക്കെ ഞങ്ങൾക്കറിയാം. ഈ എന്തിനാ ഓളെ കാണാൻ പോയതെന്ന് പറയ്. നിർബന്ധാണെങ്കി പറയാം. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. എന്തേ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓളെ ഏഷണിയും കേട്ട് വന്നിട്ട് ഇവിടെ ഉള്ളവരോട് വക്കാണത്തിന് ഒരുമ്പട്ടാണ്ടല്ലോ. കദീസാന്റെ തനി കൊണ ഈ അറിയൂ. അതിനെ അറിയാനൊന്നുമില്ല എന്റെ പൊന്നുമ്മ. നിങ്ങക്ക് മാത്രല്ല, നിങ്ങളുടെ ഈ മോക്കും നിങ്ങളുടെ മോനും എന്തുമാത്രം ഗുണമുണ്ടെന്നോ എനിക്കറിയാം. അധികം ചീറണ്ട. ഇന്റെ മുമ്പിൽ ഒന്നും അധിക കാലം ഒളിച്ചു വെക്കാൻ പറ്റില്ല. എന്തിന്റെ പേരിലാ നിങ്ങൾ റസിയാനെ കാണണ്ടെന്ന് പറഞ്ഞത്? ഹോളിങ്ങളെ മോന്റെ ആദ്യ ഭാര്യ ആയതുകൊണ്ടോ? ഇതൊന്നും ഒരിക്കലും ഞാൻ അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കഷ്ടം. ഹോള് പറയാതെ തന്നെ നിങ്ങളെ പറ്റിട്ട് മുഴുവനായിട്ട് എനിക്കറിയാം. അനക്ക് എന്താണ്ടേ അറിയാ? ഇനി എന്റെ കുടുംബത്തിനെ പറ്റി ഇന്നലെ കയറി വന്ന അനക്ക് എന്താണ്ടേ അറിയാ? അന്റെ ചൊറുക്ക് കണ്ടിട്ടോ എന്റെ മനാഫിന് വേറെ പെണ്ണിട്ടായിട്ടല്ല എന്നെ കെട്ടിയെടുത്തത്. പിന്നെ സ്ത്രീധനം കണ്ടിട്ടാ? കൊറേ കാലുണ്ടായോണ്ട് കാര്യമില്ല, സ്വഭാവ ഗുണം വേണോ? അതെനിക്ക് ഇല്ലാത്തോണ്ടാ എന്റെ ആദ്യത്തെ കെട്ടിയോ നേരത്തെ മയ്യത്തായത്. എന്റെ മോനും കൂടി കുളിപ്പിച്ചെടുത്താലോ ഈ അടങ്ങുള്ളൂ. ഒരു പെണ്ണിന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് അവളുടെ കെട്ടിയോ മയ്യത്താവണെങ്കിലേ ഉമ്മാക്കും ഉണ്ടാവുമല്ലോ ഈ പറഞ്ഞ സ്വഭാവ ഗുണം. ഇവിടുത്തെ ഉപ്പാനെ നേരത്തെ പറഞ്ഞയച്ചില്ലേ? എന്തടി ചതച്ചത്? കൊരക്കല്ലേ നാത്തൂനെ. ഈ സ്വഭാവ ഗുണം കൊണ്ട് കെട്ടിച്ച വീട്ടിൽ നിൽക്കാതെ കെട്ടും കെട്ടി പോന്നത് നന്നായി. അതുകൊണ്ട് ആ മനുഷ്യനെങ്കിലും രക്ഷപ്പെട്ടു. നിർത്തടി, നാക്കിനെല്ലാന്ന് കരുതി തോന്നിയത് വിളിച്ചു പറഞ്ഞല്ലോ. ഈ വീട്ടിൽ സ്വൈരം വേണ്ടാന്ന് തന്നെ തീരുമാനിച്ച എല്ലാരും കൂടി. എല്ലാരും കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണ്ട. എന്റെ കെട്ടിയോളോട് ചോദിച്ചോക്ക്. ഓരമ്പട്ട ജാതികള്. ഒന്ന് നിർത്തിനുണ്ടോ? ഞാനായിട്ട് പോയി തെരഞ്ഞു പിടിച്ചോന്നല്ലോ ഓളെ. നിങ്ങളൊക്കെ കൂടി നോക്കിയെടുത്ത തന്നെയല്ലേ? അതൊരു ഒരുമ്പട്ടോളാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഉമ്മാക്ക് തന്നെയാണ്. ഇതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഉമ്മ എന്നെ കൊണ്ടുവരികയും ചെയ്തു, ഉമ്മ എന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇനി ഇതിനെപ്പോഴാ മൊഴിയല്ലണ്ടേ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിന്നുതരാ. എന്നിട്ട് അടുത്ത ഒരുമ്പട്ടോളം അങ്ങോട്ട് കൊണ്ടുവരാ. എന്തേ മതിയോ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. മകള് നല്ലോളും മരുവോളം ഒരുമ്പട്ടോളം എന്നല്ല നിങ്ങളെ വിചാരണ്ടല്ലോ. അതാദ്യം നിങ്ങൾ മാറ്റണം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ പറയണേന് എന്തെങ്കിലും എതിരായിട്ട് ഇതുവരെ ഞാൻ പ്രവർത്തിക്കണോ? ഇനി അങ്ങനെ വേണോന്ന് ഞാനും ചിന്തിക്കട്ടെ. മോനെ കാരണം പോയിക്കോളിന്റെ മുന്നിന്ന്. ഞാൻ പോവാ. അനക്കും അന്റെ കെട്ടിയൊക്കെ ഒരു ഭാരമായിട്ട് ഞാൻ ഇവിടെ നിക്കണില്ല.
ഈ ഒന്ന് മാത്രല്ല എനിക്ക് സ്വന്തക്കാരായിട്ടുള്ളത്. അനക്ക് ഇനി ഇങ്ങനെ ഒരു ഉമ്മല്ല, എനിക്ക് മനാഫെന്നും പറഞ്ഞൊരു മോനും ഇല്ല. ഈ എന്റെ കെട്ടിയോളം കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ? ഞാൻ ഈ പടി ഇറങ്ങാൻ പോവാ ഞാൻ പോവാ. ഉമ്മ ഉമ്മ ഞാൻ പറയുന്നൊന്ന് കേക്കുമ്മ. പോവിടുമ്മ. ആ ഒരു മണിയോളം കാലം ഞാൻ നിൽക്കൂല. പോവാ ഞാൻ. പോവില്ലേ? കാര്യം അറിയാതെ ഉമ്മാരെ പടിയിറക്കി വിട്ടിട്ട് ഈ അനുഭവിക്കടാ. കാര്യം ഈ അന്വേഷിച്ചില്ലല്ലോ. എന്നാ കേട്ടോ, എന്നിട്ട് ഈ എന്നൊരു തീരുമാനം എടുക്ക്. അന്റെ കെട്ടിയോളിന്ന് റസിയാനെ കാണാൻ പോയി. രണ്ടാളിപ്പോ വലിയ ചങ്ങാഴ്ചകളാ. രണ്ടും കൂടെ ഒരു 1.5 മണിക്കൂർ കുശൂഷിക്കണ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. അതൊന്ന് ചോദിച്ചേനെ ഈ ഉമ്മാനെ. ഞാനും പോവന്റെ ഉമ്മാന്റെ പോ. ഉമ്മ ഉമ്മ അവിടേക്ക് ഞാനും വരുന്നേ. ഉമ്മ അന്റെ തറവാട്ടിൽ കുറെ പണം ഉണ്ടെന്നില്ല എന്റെ അഹങ്കാരം അവിടെ കാണിച്ചാണ്ടല്ലോ. എന്തെങ്കിലും ചോദിക്കുമ്പോ കൂമന്റെ മാതിരിയിൽ എന്റെ ഈ നോട്ടണ്ടല്ലോ. അതൊരു മാതിരി മനസ്സിനെ കളിയാക്കാനുള്ള പരിപാടിയാന്ന് എനിക്കറിയാം. ചോദിക്കണേന് തൊള്ള തുറന്ന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, അതിന് ചോദിച്ചാ മറുപടി പറയാം. ഈ ഇന്ന് നിയാസിന്റെ വീട്ടിൽ പോയിരുന്നു. ആരെ കാണാൻ? എന്തായാലും നിയാസിനെ അല്ല. പിന്നെ ആരെ കാണാനോടി? അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലുള്ള ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം അറിഞ്ഞാ കൊള്ളാം. വാക്കുകൾ കൊണ്ട് സർക്കസ് കാണിക്കാൻ കഴിയുന്ന ഒരു കേമത്തിയാണ് ഈ എന്ന് എനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ ഉമ്മ മനസ്സ് വേദനിച്ചുകൊണ്ട് ഈ പാടി ഇറങ്ങി പോകാനുള്ള കാരണക്കാരത്തി ഈ ആണെന്ന് എനിക്ക് മനസ്സിലായിക്കണ്. എത്രയും പെട്ടെന്ന് എന്റെ അമ്മ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ വീട്ടിൽ നിന്നും എന്റെ മനസ്സിന്നും പാടി ഇറങ്ങി പോകാൻ തയ്യാറായിക്കണേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പെണ്ണുങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങളെന്താ തമാശ കളിക്കുക? കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടം പോലെ ഒരു തോന്നലിന് വാങ്ങാനും മറു തോന്നലിന് വലിച്ചെറിയാനുള്ളതാണോ പെണ്ണ്? വീട്ടുജോലികൾ ചെയ്യാനും കുട്ടികളെ പെറ്റുകൂട്ടാനും മാത്രമുള്ള ഒരു മിഷനാണോ പെണ്ണ്? അങ്ങനെ ഒരുത്തിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതുകൊണ്ടും അതുപോലെ ആവാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല എന്നതുകൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ എന്താ എന്നോട് വേദാന്തം പറയാ? ആരുടെയൊക്കെയോ ചെവിയിൽ ഇതൊക്കെ ഓതിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും മനുഷ്യ സ്നേഹം എന്നൊരു സംഗതി അതെങ്കിലും കാണിക്കണം ഒരൽപ്പം. പക്ഷെ നിങ്ങൾക്കൊന്നും അങ്ങനെയൊന്ന് അറിയുകയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും ഇങ്ങനെയൊക്കെ ആവാനേ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഭാര്യ എന്ന മഹത് പദവിയിൽ നിന്നും എന്നെ പിരിച്ചുവിടുന്ന കാര്യം അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാലാകാലം നിങ്ങളെ ഭാര്യാ പദവി അലങ്കരിച്ചോളാന്ന് ഞാൻ നേർച്ചൊന്നും നേർന്നിട്ടില്ല. പിന്നൊരൽപ്പം അമർഷം തോന്നും എന്റെ വീട്ടുകാരോട്. ഭർത്താവ് മരിച്ച എന്നെ ഒരു മരിച്ച ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അയച്ചതിലുള്ള അമർഷം. അല്ലാതെ ഒരു സങ്കടം എനിക്കുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ തരാം. എന്തിനാ റസിയെ കാണാൻ പോയതെന്ന്. ഗർഭിണിയായ ഒരു അയൽക്കാരിയുടെ വിശേഷം തിരക്കാൻ പോയതാണെന്ന് പറഞ്ഞാ നിങ്ങൾ ഞെട്ടുവോ? അവൾക്കിപ്പോ മാസം 3. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്തായാലും വിധി അതിന്റെ വഴിക്ക് നടക്കട്ടെ. നാളെ ഉമ്മ തിരികെ വന്നില്ലെങ്കിൽ ബന്ധം മുറിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി അഥവാ ഉമ്മ വന്നാലും ഞാൻ അതിന് തയ്യാറാ. പക്ഷെ ഒരു കാര്യം, എന്നെ കച്ചവടാക്കുമ്പോ നിങ്ങൾ വാങ്ങിയത് മുഴുവനും എന്റെ ഉപ്പാനെ തിരിച്ചേൽപ്പിക്കണം. ഒപ്പം നിന്നിരുന്ന മകനും കൂടി എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഈ മനസ്സിലാക്കണം കദീശ. ഒക്കെ വരുത്തി വെച്ചിട്ട് അവസാനം നിന്ന് മോങ്ങിയത് കൊണ്ടൊന്നും കാര്യങ്ങൾ വൈക്കി നീങ്ങൂല. ഓർമ്മ വെച്ച കാലം മുതൽ ഈ എന്റേതെന്നല്ല ഒരാളുടെ വാക്കും കേൾക്കുക അനുസരിക്കുകയും ചെയ്തിട്ടില്ല. അനക്കെന്റെ വഴി, ഈ പിടിച്ച മുയലിന് മാത്രം 3 കൊമ്പ്. തെറ്റും ശരിയും വേർതിരിച്ച് കാണാനും മറ്റുള്ളവരോട് നല്ല 2 വാക്ക് സ്നേഹത്തോടെ സംസാരിക്കാനും അനക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അതിനൊട്ടിനി കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇനി അങ്ങനെ വല്ല അത്ഭുതവും സംഭവിച്ചാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും 1 മുതൽ കെട്ടിപ്പടുത്തോണ്ട് വരാൻ. എനിക്കൊന്നും വേണ്ട. ആ വീടുമായിട്ട് എനിക്ക് ഇനി ഒരു ബന്ധം വേണ്ട. സ്വത്ത് മുതലൊക്കെ ഓനും അവന്റെ പെണ്ണും കൂടി തിന്നോട്ടെ. ഞാനിവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു ഓടിക്കോളാം. ഈ എന്നെ ഇറക്കി വിടില്ലാന്ന് എനിക്കറിയാം.
അതെന്റെ വെറും തോന്നലാണ് കദീസ. വിരുന്ന് വന്നിട്ട് 1-2 ദിവസം നിന്നിട്ട് പോണ പോലെ കാലാകാലം എനക്കവിടെ കഴിയാൻ സൗകര്യം തീരല്ല കദീസ. പോരാത്തതിന് ഞങ്ങൾക്ക് ഈ പോരും കുന്നായ്മൊന്നും പരിചയല്ല. അക്കാര്യത്തില് അന്നൊരു ടീച്ചറായി സ്വീകരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെന്താ വലിയ കാക്ക ഒരുമാതിരി കളിയാക്കണ വർത്താനം പറയണത്? മോളിവിടെ വാ. ഇതെന്തിനാന്നറിയോ? ആവശ്യമില്ലാത്തതിൽ കയറി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്. ഇനി മേലാൽ എന്റെ നാവ് പൊങ്ങിയ പോടി മുറിയില്. ആ ഇനി ഈ പറയും. അനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, എനിക്ക് ആങ്ങളെയും ബന്ധുക്കളൊക്കെ വേറെ ഉണ്ടല്ലോ. അങ്ങോട്ട് ചെല്ല്, എന്നെ ആഘോഷമായിട്ട് സ്വീകരിക്കും. ആദ്യം ആലിക്കുട്ടിന്റെ അടുത്തേക്ക് തന്നെ ചെല്ല്. അത് കഴിയുമ്പോ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലും. എന്റെ പുന്നാര പെങ്ങളെ എരുതിയിൽ എണ്ണൊഴിക്കാനും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കാനും മാത്രമായിട്ട് നടക്കണവരാ ഈ പറഞ്ഞ കൂട്ടരൊക്കെ. സ്വന്തം കാര്യം മാത്രമേ അവർക്കൊക്കെ നോട്ടുള്ളൂ. എന്റെ വിഷമം അനക്ക് മാത്രമേ മനസ്സിലാവൂ. അവർക്കത് തമാശയായിരിക്കും. എന്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഇന്ന് രാത്രി ഞാൻ എന്നെ ഇറക്കി വിടുന്നില്ല. ചിന്തിക്കാൻ ഇനിയും നിനക്ക് സമയമുണ്ട്. നേരം വെളുക്കോളം സമയമുണ്ട്. വേണമെങ്കിൽ ഉറക്കൊഴിച്ചിരുന്ന് ചിന്തിച്ചോ. പക്ഷേ നാളെ രാവിലെ എനിക്കൊരു മറുപടി ഇടണം. നല്ല മറുപടിയാണെങ്കിൽ നിനക്ക് നല്ലത്. മറിച്ചാണെങ്കിൽ രാവിലെ വെറുതെ എന്നെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഇക്ക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കണ്ണു നനയ്ക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോ ഈ കണ്ണ് നിറഞ്ഞു കാണുമ്പോൾ ചെറിയൊരു സന്തോഷം. കാരണം നന്മയുടെയോ കുറ്റബോധത്തിൻ്റെയോ ചെറിയൊരു അംശം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു മുമ്പ് വരെ നിങ്ങൾ കണ്ട ഷായനയല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ഷായന ശരിക്കും ഇങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ പോലും ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ എങ്ങനെ ആക്കിയതാണ്. എനിക്ക് ഈ വീട്ടിലുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കണമെന്നും നന്നായി പെരുമാറണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു അവസരം നിങ്ങൾ എനിക്ക് തരണ്ടേ? നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം, ഇതൊക്കെ ഇങ്ങോട്ട് തന്നാലല്ലേ എനിക്കത് തിരിച്ചും തരാൻ പറ്റൂ. ഞാൻ ഈ വീട്ടിൽ ഓരോ വാക്ക് മറത്ത് സംസാരിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന മാനസിക വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ വേദന തീർക്കാൻ ആരും കാണാതെ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം കരഞ്ഞിട്ടുണ്ട്. വിവാഹം ആലോചിച്ചപ്പോഴും ഇവിടെ വന്ന് കയറിയ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് നിങ്ങളോട് സഹതാപമായിരുന്നു. ഭാര്യയുടെ കൊള്ളരുതായ്മ കൊണ്ട് 2ാം കെട്ടുകാരനാവേണ്ടി വന്ന ഒരു പാവാണല്ലോ എന്നതോർത്ത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ ക്രമേണ മനസ്സിലായപ്പോ എൻ്റെ ആ വിചാരം തെറ്റാണെന്ന് മനസ്സിലായി. റസി ഒരു പാവമാണെന്നും സ്വഭാവത്തിന്റെ പേരിലല്ല പണത്തിന്റെ പേരിലാണ് റസിയെ ഒഴിവാക്കിയതെന്നും എനിക്ക് മനസ്സിലായി. അവളുടെ ഉമ്മയാവാനുള്ള കഴിവിനെയും നിങ്ങൾ ചോദ്യം ചെയ്തു. അവിടെയും നിങ്ങൾക്ക് പിഴച്ചു. ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ അവളോട് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ ഡൈവോഴ്സ്. അതുകൊണ്ട് അവൾക്കിപ്പോ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. അയൽപക്കത്തെ ഭാര്യയായി റസി എത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായ പേടിയും വൈരാഗ്യവും എനിക്കില്ലെന്നും പകരം സ്നേഹം മാത്രമേ ഉള്ളെന്നും തെളിയിക്കാനാണ് ഞാനിന്ന് അവിടെ പോയത്. അതിൻ്റെ പേരിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഈ പരുവത്തിലെത്തിച്ചതിൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ബന്ധം പിരിയുന്ന കാര്യം, അങ്ങനെയൊരു വാക്ക് ഞാൻ നിവൃത്തിയോടുകൊണ്ട് പറഞ്ഞു പോയതാ. മാപ്പ്. ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് സ്നേഹസമ്പന്നനായൊരു ഭർത്താവിനെയായിരുന്നു, നിങ്ങൾക്ക് ഭാര്യയെ. പക്ഷെ നമ്മൾ ഒന്നിച്ചപ്പോ നമ്മൾക്കിടയിൽ സ്നേഹമില്ലാതായി. ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, ഞാൻ തയ്യാറാണ് നിങ്ങളുടെ നല്ല ഭാര്യയായി ജീവിക്കാൻ, നിങ്ങളുടെ ഉമ്മാക്ക് നല്ലൊരു മരുമോളായി ജീവിക്കാൻ.
ഞാൻ കാരണല്ലേ ഉമ്മ പോയത്. അതുകൊണ്ട് ഉമ്മയെ തിരികെ വിളിക്കാൻ ഞാനും വരാം. മനസ്സറിഞ്ഞു വിളിച്ചാ ഉമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഉമ്മ പോലെ എന്നെ തല്ലിയിട്ടില്ലല്ലോ. എന്നെ വെല്ലിക്കാക്ക തല്ലിയപ്പോ ഒരു വാക്കുമ്മ മിണ്ടിയ. അനക്ക് വേദനിച്ചോ? പിന്നല്ലാതെ. ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതുപോലെ നടക്കൂ. നമുക്ക് തിരിച്ചു പോണം, നാളെ തന്നെ. എന്നിട്ട് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇക്ക, ഉമ്മ, ഉമ്മ മാറില്ല. ഉമ്മ, ചായ. കൊണ്ടുപോടി എന്റെ ചായ. ഇങ്ങനെ കരയരുത് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഈ കണ്ണീരിന്റെ ഉത്തരവാദിത്തം എനിക്ക് കൂടിയുണ്ട്. എന്നാലും ഈ സങ്കടം കാണുമ്പോൾ വല്ലാത്തൊരു ഞാനുണ്ട് കൂടെ. എന്താ ഉമ്മ ഉള്ള ചായ തരല്? ഒക്കെ സോപ്പിങ്ങാ. ഉമ്മ അതിലൊന്നും വീഴണ്ട, പഴയ പോലെ നിന്നാ മതി. ഇയ്യൊന്നും ഇങ്ങോട്ട് വാ. എന്താ ഉമ്മ? മോളെ, എന്തൊക്കെയോ കുറെ കാര്യങ്ങള് നിന്നോട് പറയണമെന്നുണ്ട്. പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുക. ഉമ്മ, അതെ, എനിക്കൊരു പുതിയ ജീവിതം വേണം. എനിക്കൊരു ഉമ്മയാവണം. എൻ്റെ മക്കള് കല്യാണം കഴിച്ചതോടെ ഞാൻ എല്ലാ വേഷങ്ങളും കെട്ടിയാടി. പക്ഷേ ഒരു യഥാർത്ഥ ഉമ്മയുടെ വേഷം മറന്നുപോയി. എന്നിട്ട് എന്ത് നേടി? നമ്മളോട് ചിരിക്കുന്നവർ പോലും ഉള്ളിൽ വെറുപ്പ് മറച്ചു പിടിക്കുന്നവരാണെന്ന കാര്യം
ഇപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞു. നീയും ഞാനും ഓരോ ദിവസം പറഞ്ഞു കൂട്ടിയ കളവുകൾ നമ്മളെ നശിപ്പിക്കുകയായിരുന്നു എന്ന്. എന്തുകൊണ്ടാ മോളെ നമ്മൾ തിരിച്ചറിയാതെ പോയത്? എന്റെ ചോരയിൽ പിറന്ന എന്റെ സ്വന്തം മക്കളുടെ ഭാര്യമാരെ എന്തിനാ നമ്മൾ ശത്രുക്കളായി കണ്ടത്? എനിക്കറിയില്ല. ഒരു കാര്യം ഈ മനസ്സിലാക്കണം, സ്നേഹം കൊടുക്കണവർക്ക് അത് തിരിച്ചു കിട്ടാൻ അർഹതയുള്ളൂ. ഇത്രയും കാലം നമുക്കത് കിട്ടിയില്ലെങ്കിൽ കുറ്റം പറയേണ്ട നമ്മളെ തന്നെയാ. മോളെ, ഈ ഉമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? അന്നെ ഒരു ചീത്ത സ്വഭാവക്കാരിയാക്കിയ ഈ പഴയ ഉമ്മയെ മറക്കണം. എന്റെ മുഖത്ത് സ്നേഹപ്രകടനങ്ങൾ വരുത്താൻ എനിക്ക് കഴിയൂല. ഇന്നു മുതൽ ഞാനൊന്നിനുമില്ല. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. മനാഫിനോടും ഷാഹിനാനോടും എനിക്കൊരു വെറുപ്പുമില്ല. ഈ വൃത്തികെട്ട ഉമ്മാക്ക് പുറത്തു തരണമെന്ന് ഷാഹിനാനോട് ഈ പറയണം. കൂട്ടത്തില് പഴയ ഉമ്മ മരിച്ചു പോയെന്ന് മൻസൂറിനോടും സലീനാനോടും ഈ പറയണം. ഓരൊക്കെ എന്നെ വെറുത്തുപെടുന്ന് ഇറങ്ങിപ്പോയവരാണ്. ഇപ്പൊ എനിക്കതിൽ ദുഃഖമില്ല. പക്ഷെ എന്റെ ഈ മോള് എന്നും ഈ ഉമ്മാന്റെ കൂടെ ഉണ്ടാവണം. ഉമ്മാന്റെ ഏറ്റവും നല്ല മോളായിട്ട്, ഈ ഉമ്മാക്ക് തെറ്റുപറ്റാതെ കാത്തു സംരക്ഷിക്കുന്ന കാവൽക്കാരിയായിട്ട്. എന്റെ പൊന്നു മോള്, ഉമ്മാനോട് പൊറുക്കണം. വേണ്ട ഉമ്മ, അങ്ങനെയൊന്നും പറയല്ലേ. ജീവിതത്തിലുണ്ടാവുന്ന ഓരോ നന്മകളും പടച്ചോൻ തരുന്നതാണ് വിശ്വസിക്കുന്നവളാ ഞാൻ. ഇതും അങ്ങനെ തന്നെയാ. ഉമ്മയുടെ നാവ് കൊണ്ടുള്ള മോളെ എന്നുള്ള വിളി, അത് മതി എനിക്ക്. ഉമ്മ, ഇന്നോളം ഞാൻ ഉമ്മയിലൂടെയാണ് ലോകം നോക്കി കണ്ടിരുന്നത്. ഉമ്മയുടെ ശരികളെല്ലാം എൻ്റെയും ശരികളായി ഞാൻ സ്വീകരിച്ചു. പക്ഷേ ആ ശരികളിലെ തെറ്റുകൾ കണ്ടെത്താൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചില്ല എന്നതായിരുന്നു ശരി. ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് നല്ലൊരു ഉമ്മയെ കിട്ടിയല്ലോ. ഉമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ നിങ്ങളോടൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പുറത്തു തരണം. ഇനി എന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഷാഹിന, എവിടെ പോയി കാണാൻ കിട്ടില്ലല്ലോ. സുഖല്ലേ? ആ സുഖം തന്നെ, അങ്ങനെ പോകുന്നു. ആ ശരി, ഓക്കെ ബൈ. ഞമ്മക്ക് ആ ഗേറ്റിന്റെ ഇപ്പുറത്ത് നീന്തി നോക്കാം. അങ്ങനെ തന്നെ, അതല്ല ഐഡിയ. മനാഫല്ല അത്. ആ
മനാഫേ ആ നിക്കവിടെ. എന്താടോ കുറച്ച് ദിവസമായിട്ട് ഒരു വിളിയും തെളിയൊന്നും ഇല്ലല്ലോ. ആൻ്റെ ഉമ്മാക്ക് ഇപ്പൊ നമ്മളെ ഒന്നും കണ്ണുപിടിക്കണില്ലേ? അതെന്ത് വർത്താനക്കാക്ക, നിങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കുവോ? നിങ്ങളങ്ങോട്ട് ചെല്ലി, ഞാൻ അതാ ഒരു സാധനം കൂടി വാങ്ങിട്ട് ഇപ്പൊ വരാം. നിങ്ങളതൊന്ന് ചെല്ലി. എളാപ്പാ ചെല്ലി ചെല്ലിട്ടാ. നമ്മള് വിചാരിച്ച മാതിരി ഓനൊരു മാറ്റില്ല എന്നാ മൂപ്പര് പറയണേ. ഇനി കദീസാന്റെ അവസ്ഥ എന്താണാവോ? പേടിക്കണ്ട, ഓളൊന്നും മാറൂല. ഞമ്മള് അതാ നമുക്കൊരു സമാധാനം. ധൈര്യമായിട്ട് ആരും. ഇക്ക ഒന്ന് പുറത്തേക്കൊന്ന് വാ. അല്ല ഈ എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? ബാക്കില്, വീടിന്റെ ബാക്കിലേക്ക് വാ. എന്താ വീടിന് എത്ര ബാക്കാണുള്ളത്? കണ്ടില്ലല്ലോ. കണ്ടാ തന്നെ ഞാൻ ആദ്യോടാ. എന്നിട്ട് നിങ്ങൾ ഓടിയാ മതി. അതിന്റെ മുമ്പ് ഓടല്ലേ. ഹലോ, നോക്ക്. ഇവനാ എന്താടാ അമ്മമാരെ എളപ്പനെ കളിയാക്കാൻ മൻസൂറിന്റെ ശബ്ദത്തിൽ മിമിക്രി കളിക്കടാ. അതെ, ഇവൻ അങ്ങനെ പറ്റൂല. അതെ, ഇതുവരെ ഈ മൻസൂറിനെ കണ്ട് നമ്മൾ ഓടുന്ന പോലെ തന്നെ ഇവനെയും കണ്ടാ ഓടേണ്ടി വരും. നമ്മളെ ജീവിതകാലം മുഴുവൻ ഓടണം. ഈ വഴിക്ക് വരാനേ കൂടൂല. അതുകൊണ്ട് ഇവന് 2 കൊടുക്കണം. എന്താ കൊടുക്കല്ലേ? കൊടുക്കന്നെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നെ കാണുമ്പോ നിങ്ങളെ ഈ മരണപാച്ചിൽ നടത്തണതേ എന്തിനു വേണ്ടിട്ടാ? നിങ്ങൾക്ക് എന്നെ അറിയില്ല. അതൊരു ശീലമായി പോയി അല്ലേ? എന്നല്ലേ? കാരണം ഞാൻ പറയാം. ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നുള്ള ബോധമാണ് നിങ്ങളെ ഇങ്ങനെ ടോടിക്കുന്നത്. നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടതോ അതന്നെ. നല്ലത് പറഞ്ഞു തരികയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മാവന്മാരെ എളാപ്പേരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഉമ്മ ഞങ്ങളോട് ഇങ്ങനെ പറയൂല്ലോ. പറയും, ഇനി ഞാൻ പറയും. ഇത് പറയണത് പഴയ ആ കദീസയല്ല. കുനിട്ടും കുന്നായ്മയില്ലാത്ത മനസ്സുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് വരാം. ഇല്ലെങ്കിൽ ഗേറ്റ് അടച്ചിട്ടില്ല, പുറത്തേക്ക് പോവാ. വേഗം വിട്ടോളി മുന്നില്. കൂടെ പോയില്ലേ അവിടേക്ക് കാണണമെങ്കിൽ ഈ വീടിന്റെ പഴയ ഇവിടെ പാടില്ല. എത്രയാണ്? നയ്യ വിട്ടോ. കല്യാണം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും മനസമാധാനത്തോടെ ഭാര്യ വീട്ടിലൊന്നും വന്ന് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അതിനൊരുങ്ങി വന്നതാ. അമ്മമാരും ഇളപ്പാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉള്ള മനസമാധാനം പോയി. പിന്നെ ഞാൻ വന്നത് വേറെ സംഗതി കൂടി പറയാനാ. ഇന്നാള് പറഞ്ഞ മാതിരി ഒന്നല്ല. നമ്മളെ ഫൗസിയാനെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഓളെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞേക്കണം. മുമ്പ് ഞാനൊക്കെ ഒരു ആലോചന കൊണ്ടൊന്ന് തൂറ്റിപ്പോയി. അതിലെനിക്ക് ഭയങ്കര പക്ഷാഘാതമുണ്ട്. ഇത് അതിനുള്ള ഒരു പ്രതിവിധിയാ. നല്ല അടിപൊളി ചക്കനാ. ഓനെ കണ്ടാൽ നിങ്ങൾ വിടൂല. ഇതാ നോക്കി.
എങ്ങനെയുണ്ട്? ദാ നിങ്ങളും കൊണ്ടോളി. എന്താ നിങ്ങൾ അഭിപ്രായം പറയാത്തത്? വൃത്തികെട്ടോനെ, കുടുംബത്തുകാരി വൃത്തിയായിട്ട് കാണിക്കുന്നോ? അതെ അതെ, ഫോട്ടോ മാറിപ്പോയി. കുട്ടിയൊക്കെ വേണ്ടി വാങ്ങിയതായിരുന്നു. ദാ ഇതെങ്ങനുണ്ട്? ആ ആ നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പൊ ചെക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എളാപ്പി അമ്മമാരൊക്കെ പോയിട്ട് നമുക്ക് വിശദമായിട്ട് ആലോചിക്കാം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ അകത്തേക്ക് വരി. കണ്ടില്ലേ, സംഗതി ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും പറ്റും.